നമസ്തേ, മറ്റൊരു മനോഹര പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. നമസ്തേ, ഞാൻ രജനി. ഒട്ടും താമസിയാതെ നമുക്ക് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഹരിയാനയിൽ പോളിംഗിന് തുടക്കം. ഒറ്റഘട്ട തെരഞ്ഞെടുപ്പിൽ ജനവധി 90 മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. ഹിസ്ബുള്ളക്കെതിരെ ആഞ്ഞടിക്കാൻ ഇസ്രായേൽ. ദഹിയയിലെ സാധാരണക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് മുന്നറിയിപ്പ്. മുസ്ലിം അറബ് നേതാക്കളെ കണ്ട് കമല ഹാരിസ്. വത്സൻ തില്ലങ്കേരിയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധം ശക്തം. നിയമ നടപടിയിലേക്ക് ഹിന്ദു ഐക്യവേദി. RSSകാരെ എന്തും പറയാമെന്ന് കരുതേണ്ടെന്ന് വത്സൻ തില്ലങ്കേരി ജനൻ TVയോട്. ADGPയെക്കുറിച്ചുള്ള പരാതികൾ അന്വേഷിച്ച DGPയുടെ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. തെളിവില്ല എന്നുള്ള റിപ്പോർട്ട് നൽകുമെന്ന് സൂചന. പൂരം കലക്കലടക്കമുള്ള വിവാദങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയേക്കും. KSRTC ജീവനക്കാരുടെ ഒറ്റത്തവണ ശമ്പളത്തിൽ വീണ്ടും ആശങ്ക. സർക്കാർ ധനസഹായവും ബാങ്ക് വായ്പയും വൈകുന്നത് പ്രതിസന്ധി. പ്രതിഷേധിക്കാൻ ഭരണാനുകൂല സംഘടനകളും. 2020 വനിതാ ലോകകപ്പിൽ ഇന്ത്യക്ക് തോൽവി. ന്യൂസിലൻഡിനോട് തോറ്റത് 58 റൺസിന്. കേരള രഞ്ജി ടീമിനെ പ്രഖ്യാപിച്ചു. 3 അതിഥി താരങ്ങൾ കളിക്കും. വളരെ ഷോർട്ടായിട്ടുള്ള കൃത്യമായ സൂചനകൾ നൽകുന്ന, വിവരങ്ങൾ നൽകുന്ന ഈ പ്രധാന വാർത്തകൾക്ക് ശേഷം നമ്മളിനി പോകുന്നത് വിശദമായുള്ള വാർത്തകളിലേക്കാണ്. അതിലേറ്റവും പ്രധാനം നമുക്കറിയാം, ഇസ്രായേൽ നടത്തുന്ന തീവ്രവാദത്തിനെതിരെയുള്ള ആക്രമണങ്ങളിലേക്കാണ്. ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ ആക്രമണത്തിന് ഇസ്രായേൽ വീണ്ടും തയ്യാറെടുക്കുകയാണ്. ബെയ്റൂട്ടിലും പരിസരങ്ങളിലുമായി നടന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 250 ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ നടന്ന ആക്രമണത്തിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബെയ്റൂട്ടിന്റെ ദക്ഷിണ മേഖലയിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ദഹിയയിലെ പ്രദേശങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. അതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസ് മുസ്ലിം അറബ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കൂടാതെ ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കതിയുമായും കൂടിക്കാഴ്ച നടത്തി. ഐസൻ ജോസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഐസൻ, നമസ്തേ, സുപ്രഭാതം. നമസ്തേ. ഈ ദിവസം, ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ചില ചർച്ചകളാണ് നടന്നത്. ആ ചർച്ചകളിലൂടെ, കൂടിക്കാഴ്ചകളിലൂടെ എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു പുതിയ തീരുമാനങ്ങളിലേക്കോ നടപടികളിലേക്കോ നിലപാടുകളിലേക്കോ എത്തിയതായി അറിയാമോ? ആദ്യം അത് പറയാമോ? തീർച്ചയായും വീണ, നിലപാടുകളിൽ എത്തി എന്നുള്ളൊരു നീക്കം അതായത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇറാൻ കൃത്യമായൊരു പിന്തുണ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നടന്ന പ്രദേശം കൂടിയായ, ഹിസ്ബുള്ളയെ ആക്രമിച്ച പ്രദേശം കൂടിയായ ലെബനൻ്റെ പ്രധാനമന്ത്രിക്ക് നൽകി എന്ന വിവരങ്ങളാണ് ഈ അല്പസമയം മുമ്പ് വരെ പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ബെയ്റൂട്ടിൻ്റെ ദക്ഷിണ മേഖലയിലെ ദഹിയയിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ അവിടെ ശക്തമായ ആക്രമണം ആരംഭിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അവിടെ ശക്തമായ ബോംബാക്രമണങ്ങൾ നടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം, അതായത് ഈ ഹമാസിൻ്റെ ഭീകരരും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭീകരരും സ്വാഭാവികമായും നമുക്കറിയാം ഹൂതി വിമതർ അത്തരത്തിൽ അതിർത്തി കടന്നു പോയില്ല എങ്കിൽ കൂടി ഹമസ് ഭീകരർ നിലവിൽ വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ലെബനനിലും കൃത്യമായി തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണ് എന്ന ഒരു നിലപാടിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഒക്ടോബർ 7 യോം കിപ്പൂർ യുദ്ധത്തിൻ്റെ ആ വാർഷികം. കഴിഞ്ഞ 50-ാം വാർഷികത്തിലാണ്, യോം കിപ്പൂർ യുദ്ധത്തിൻ്റെ 50-ാം വാർഷികത്തിലാണ് ആക്രമണം നടന്നത്. ഇനി 51-ാം വാർഷികം 2 ദിവസത്തിനകം, അതായത് മറ്റന്നാൾ വരാനിരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ളൊരു നീക്കം, അത് ഇസ്രായേൽ അതിശക്തമായൊരു പ്രതികരണം നടത്തിയ ആ 73-ലെ യുദ്ധത്തിൻ്റെ പ്രതികാരമായാണ് നടന്നത് എങ്കിൽ, ഈ ഹമാസിൻ്റെ ആക്രമണം നടന്നതെങ്കിൽ ഇന്ന് 51-ാം വാർഷികം വരുന്നു. വീണ്ടും ഇസ്രായേലി ചിന്തകളെല്ലാം അടിസ്ഥാനത്തിൽ, ഹീബ്രു ആശയങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ 50-ാം വർഷം ജൂബിലി വർഷമാണ്. അതായത് 50-ാം വർഷത്തെ ആ ദിവസം വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ദിവസമാണ് യഹൂദർക്ക്. അത് ആ ദിവസം തന്നെ നോക്കി ആക്രമണം നടത്തിയ എന്നൊരു സാഹചര്യവും കഴിഞ്ഞ ആക്രമണത്തിലുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ 51-ാം വാർഷികം വരാനിരിക്കുമ്പോൾ അതിശക്തമായൊരു ആക്രമണം നടത്താനുള്ള, യോം കിപ്പൂർ യുദ്ധത്തിന് പ്രതികാരം ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും അതൊരു പ്രതിഷേധത്തിനുള്ള അല്ലെങ്കിൽ പ്രതികരണത്തിനുള്ള സാധ്യത കൃത്യമായും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുതന്നെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായൊരു ആക്രമണം നടത്തുന്നത് ഇപ്പോൾ ബെയ്റൂട്ടിൽ നടന്നത്. അതുപോലെ തന്നെ നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് ഹിസ്ബുള്ളയുടെ ഈ താവളങ്ങളിലെല്ലാം ഒളിച്ചിരിക്കുന്ന ഭീകരരെ
കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കമാണ്. നേരത്തെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഈ നേതാവിനെ, ഹമസ് നേതാവ് സാഹി യാസർ അബ്ദുൾ റസാഖ് ഔഫിയെ ലക്ഷ്യം വെച്ചുള്ളൊരു നീക്കമാണ് ബെയ്റൂട്ടിൽ നടന്നതെന്ന്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വിവരം ഇന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ ശക്തമായ ഒരു ആക്രമണം ഇന്ന് ഉണ്ടായേക്കാമെന്ന സാധ്യത തന്നെയാണുള്ളത്. അതിനിടെയാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കമല ഹാരിസിൻ്റെ ചില അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ അല്പസമയം മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഈ ആഴ്ച തന്നെ ഒരു പക്ഷേ ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചേക്കുമെന്ന ഒരു സാഹചര്യമുണ്ടായത്. തീർച്ചയായും അത്തരമൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അതീവ ഗൗരവതരമായൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം ആണവ യുദ്ധം എന്ന് പറയുന്നത് തീർച്ചയായും അത് ലോകത്തിൻ്റെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നൊരു യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു നീക്കമാണ്. ആ നീക്കത്തെ പ്രതിരോധിക്കുക എന്നൊരു ലക്ഷ്യം വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ലെബനനിൽ നടന്ന ആക്രമണത്തിന് ലെബനനെ കൂടി ചേർത്ത് പിടിക്കാനുള്ള നീക്കം ഇറാൻ നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ പിന്തുണ ഇറാൻ ഉണ്ടാകുന്ന റീഓർഗനൈസേഷൻ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹഷിം സെയ്ഫീദ് എന്ന് പറയുന്ന ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയത് വെസ്റ്റ് ബാങ്കിലാണ്. അതുപോലെ തന്നെ ബെയ്റൂട്ടിലാണ് ഇപ്പോൾ അല്പസമയം ഔഫി എന്ന് പറയുന്ന നേതാവിനെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചത്. അത് തന്നെ ഗാസയിലെ അവരുടെ താവളത്തിൽ നിന്നും ഹമാസ് നേതാക്കൾ മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും റീഓർഗനൈസേഷൻ നടക്കുന്നു. ആ റീഓർഗനൈസേഷൻ ഒക്ടോബർ 7 വീണ്ടും ഒരു ആക്രമണം നടത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന കൃത്യമായ ഒരു ഇൻ്റലിജൻസ് സന്ദേശത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് ശക്തമായി എതിർക്കുന്നുണ്ട് ജോ ബൈഡൻ, അമേരിക്കൻ പ്രസിഡന്റ്. അത് ഒരിക്കലും അനുവദിക്കില്ല എന്ന നിലപാടെടുക്കുന്നുണ്ട്. അത് മാനവികമായൊരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു പിന്തുണ നൽകാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ പോകുന്നു, ഒരു ആണവ യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു അപകടകരമായൊരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ വിഷയം പരിഹരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ അറബ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ കമല ഹാരിസ് മുന്നോട്ട് വയ്ക്കുന്നതും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള അബ്ബാസ് അരാഗ്ജിയുടെ നീക്കം, അത്തരത്തിലുള്ളൊരു നീക്കം ഏതെങ്കിലും രീതിയിൽ ഈ വിഷയത്തെ പരിഹരിക്കുക എന്നതാണ്. ഇവിടെയാണ് ഭാരതത്തിൻ്റെ പ്രസക്തി. അതായത് നേരത്തെ തന്നെ ഭാരതം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു, മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. ഇറാനുമായി മികച്ച ബന്ധം ഭാരതം പുലർത്തുന്നുണ്ട്, പ്രധാനമന്ത്രിയൊക്കെ ശക്തമായ ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറെന്ന് എസ് ജയശങ്കർ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. ആ നീക്കത്തിലേക്ക് കൂടി കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. തീർച്ചയായും ഈ യുദ്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കുക, ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഹമാസ്, അതുപോലെ തന്നെ യഹൂദി വിമതർ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആ പ്രദേശങ്ങളിലുള്ള എല്ലാ ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള സംഘടനകൾ, അതായത് മിലീഷ്യകളെല്ലാം തന്നെ തകർത്ത് ഒരു ജനാധിപത്യ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ അവിടെ എത്തിക്കേണ്ടത് അനിവാര്യമാണ്, ലോകത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലെ ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിൻ്റെ ഒരു അന്തിമഘട്ടം എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട്. വീണ, പക്ഷേ യുദ്ധമുഖത്താണ് ഉള്ളത് ഐസൺ. യുദ്ധമുഖം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഐസൺ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പക്ഷേ ആണവ യുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുമൊക്കെ US-നെയും സഖ്യകക്ഷികളുടെയൊക്കെ പിന്തുണ ഇസ്രായേലിന് ഉണ്ട്. ഇറാനാവട്ടെ ഇക്കാര്യത്തിൽ വളരെ അപകടകരമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഈ യുദ്ധമുഖത്തേക്ക് അങ്ങനെ പോകേണ്ടി വന്നാൽ അത് ഒരു കണക്കുകൂട്ടലുകളിലേക്ക് കൂടി പോകുന്നുണ്ടോ? ഇരു രാജ്യങ്ങളിൽ നിന്നും ഇരു വശത്തു നിന്നും കൂടുതൽ അപകടകാരിയാകാവുന്നത് ആരാണ്? ഇത് മറ്റിടങ്ങളിലേക്ക് കൂടി, ജനകീയ ഇടങ്ങളിലേക്ക് കൂടി, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് കൂടി പോയാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന വിലയിരുത്തൽ കൂടി അന്താരാഷ്ട്ര സമൂഹം നടത്തുന്നുണ്ടോ? അക്കാര്യത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? വീണ, തീർച്ചയായും അക്കാര്യത്തിലൊരു നിലപാട് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിലപാട് ഇത് തങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയുടെ ഇടപെടൽ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ അനിവാര്യമല്ല എന്ന കൃത്യമായൊരു നിലപാട് ഇസ്രായേൽ പറയുന്നുണ്ട്. ആ നിലപാടിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഇത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ യുദ്ധമായി മാറാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹു UN-ൽ വളരെ കൃത്യമായി പറഞ്ഞത് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് സമാധാനമാണ് എന്ന ഒരു കൃത്യമായ നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സമാധാനത്തിനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി തങ്ങൾക്കെതിരെ വരുന്ന ആക്രമണങ്ങളും അതിർത്തി കടന്നു വരുന്ന ഭീകരവാദ സ്വഭാവമുള്ള ആക്രമണങ്ങളും ചെറുക്കുക എന്ന കേവലം ആഭ്യന്തരമായൊരു വിഷയം മാത്രമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ആ സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോഴാണ് അതിശക്തമായ ആക്രമണം ഹമാസിൻ്റെയും അതുപോലെ തന്നെ ഹിസ്ബുള്ള നേതാക്കളുടെയും ഒക്കെ ഒളിത്താവളങ്ങൾക്കെതിരെ ശക്തമായി നടക്കുകയും അതിന് പ്രതികാരമായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ നടക്കുകയും ചെയ്തത്. 181 മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ വർഷിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഹസൻ
ഹസൻ നസ്രള്ളയുടെ വധം, അതുപോലെ തന്നെ അവരുടെ കമാൻഡറുടെ വധം, അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാൻ ഈ വിഷയത്തിൽ വീണ്ടും റീഓർഗനൈസ് ചെയ്യുന്നതിന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയും ഹമാസും അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ വീണ്ടും എനർജറ്റിക്കായി യുദ്ധത്തിന് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്ന കൃത്യമായ ലക്ഷ്യമായിരുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ നടക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം ഇസ്രായേലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളും കൈവരിക്കുകയും ചെയ്തു. അത് റീഓർഗനൈസ് ചെയ്യപ്പെടാനുള്ള പ്രാഥമിക ഘട്ടത്തിലേക്ക് കടന്നു എന്ന് തന്നെയാണ് ഇസ്രായേലും വിലയിരുത്തുന്നത്. അതുതന്നെയാണ് അതിൻ്റെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണം അതിശക്തമായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക ഭീകര സ്വഭാവമുള്ള സംഘടനകൾക്കെതിരെ, ഭീകരതയ്ക്കെതിരെ, അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരെ ആയിരിക്കും. ഈ ഒരു നിലപാട് തന്നെയാണ് ഭാരതത്തെ അവരെ പിന്തുണയ്ക്കാനുള്ള പ്രേരണയാക്കുന്നത്. കാരണം ഭാരതവും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിൻ്റെ ദുരനുഭവങ്ങൾ നേരിടുന്ന, അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. സമാനമായി ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നതുകൊണ്ട് തന്നെ മാത്രമല്ല ഭീകരത ലോകത്തിന് തന്നെ നാശമെന്ന ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ നിലപാടിലേക്ക് പോയിരിക്കുന്നത്. തീർച്ചയായും ഇന്നലെ ആയത്തുള്ള അലി ഖുമൈനിയുടെ പ്രസ്താവനയും പുറത്തു വന്നു. അതായത് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണം ലോജിക്കലാണ്, നീതിപൂർവമാണ് എന്ന നിലപാടാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ഇസ്ലാമിക ഫോഴ്സുകളെ, ഈ തീവ്രവാദ സ്വഭാവമുള്ള മിലീഷ്യകളെ എനർജൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് നിയന്ത്രിക്കുക തന്നെ വേണം എന്നത് ഒരു വസ്തുത തന്നെയായി നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെയായാലും ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തും. അമേരിക്കയുടെ എല്ലാം തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിലും മെഡിറ്ററേനിയനിലും നമുക്ക് ഇന്നലെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ശക്തമായ സൈനിക സംവിധാനം മിഡിൽ ഈസ്റ്റിൽ ഒരുക്കി എന്ന വിവരങ്ങളൊക്കെ, മധ്യേഷ്യയിൽ ഒരുക്കി എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. തീർച്ചയായും 2-3 ദിവസം, അതായത് ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ വളരെ ക്രൂഷ്യലാണ്. ഏതാണ്ട് ഒരാഴ്ച എന്ന് ട്രംപ് പറഞ്ഞത് ക്രൂഷ്യലായ ഒരാഴ്ച എന്ന് കൂടി നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. ശരി ഐസൻ. എന്തായാലും പശ്ചിമേഷ്യ അശാന്തമായിട്ട് തന്നെ തുടരുകയാണ്. നേരത്തെ ഐസൻ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രംപ് പറഞ്ഞതുപോലെ ഇനി ഒരു ആണവായുധത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും ലോകം കാണേണ്ടതെന്നാണ്. എന്തായാലും വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഈ ഇസ്രായേൽ വിഷയത്തിൽ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും. ഒപ്പം ഇറാൻ ഇന്നലെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന് ഇപ്പം കൊടുത്തത് ചെറിയൊരു സൂചന മാത്രമായിട്ടാണ്. ഇനി അത് ഉണ്ടാകുമെന്ന് പറയും. ഒപ്പം തിരിച്ചടി കൊടുക്കുക തന്നെയാണ് ഇസ്രായേൽ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 250 ഹിസ്ബുള്ള ഭീകരരെ വധിച്ചു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അവരുടെ ആസ്ഥാനങ്ങളും തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ന്യൂസിൽ നിന്ന് മൈസൻ ജോസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിക്കെതിരെ മീഡിയ വൺ ചാനലും അതിലെ അവതാരകരും നുണപ്രചാരണം നടത്തുന്നതായ ആരോപണം. വത്സൻ തില്ലങ്കേരി ചാവശ്ശേരിയിലെ ഷിഹാബ് വധക്കേസിൽ പ്രതിയാണെന്നും നിരവധി കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടെന്നും നുണപ്രചാരണം നടത്തുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അതേസമയം തനിക്കെതിരെ നുണപ്രചാരണം നടത്തിയ മീഡിയ വൺ ചാനലിലും ആക്ഷേപകരമായ പരാമർശം നടത്തിയ അതിലെ അവതാരകർക്കുമെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി നിയമ നടപടി ആരംഭിച്ചു. RSSകാരെ ആർക്കും എന്തും പറയാമെന്നുള്ള വിചാരമുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാനാകില്ലെന്ന് വത്സൻ തില്ലങ്കേരി ജനൻ TVയോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അത്തരം ഒരു പരാമർശം നടത്തിയതെന്ന് അറിയില്ല. ഞാൻ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. കണ്ണൂർ ജില്ലയിലുള്ളവർ എന്നെ ഗുണ്ടയെന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഷിഹാബ് എന്ന് പറഞ്ഞ ഒരാളെ കൊന്ന സമയത്ത് ആ ചർച്ചയിൽ സംസാരിച്ച അജിംസ് എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്നെ ഗുണ്ടെന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ നുണപ്രചരണം നടത്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയ പരിസരം ഒരുക്കാൻ വേണ്ടിയാണ്, അതിനു വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയ വൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭീകരവാദികൾക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അരങ്ങൊരുക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ള പ്രത്യയശാസ്ത്ര പരിസരം ഒരുക്കാൻ വേണ്ടി, ന്യായീകരണം ചമക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ഈ ചാനൽ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ന്യായമായും സംശയിക്കേണ്ടത്. ഏതായാലും നിയമപരമായി തന്നെ ഇതിനെ നേരിടാനാണ് തീരുമാനിച്ചത്. അതുപോലെ തന്നെ സ്വാഭാവികമായി ഇതിനെതിരായിട്ടുള്ള പ്രചരണവും സംഘടിപ്പിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തരം കളി അവസാനിപ്പിച്ചേ മതിയാവുമെന്നാണ് സംഘടനാപരമായും തീരുമാനിച്ചിട്ടുള്ളത്. വ്യക്തിപരമായും എൻ്റെ നിലപാടാണ്. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ശരി, വത്സൻ തില്ലങ്കേരിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇനി കണ്ണൂരിൽ നിന്ന് മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ പിള്ള കൂടെ ചേരുന്നുണ്ട്. മിഥുൻ, നമസ്തേ. ഈ RSS നേതാക്കൾക്കെതിരെ എന്തും പറയാമെന്ന് മലയാളത്തിലെ ചില മാധ്യമങ്ങൾക്കൊരു ധാരണയുണ്ട്. അത് നടക്കില്ല. ഇപ്പോൾ ശക്തമായിട്ട് തന്നെ ഒരു മുന്നറിയിപ്പുമായിട്ടാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി എത്തിയിരിക്കുന്നത്. മീഡിയ വൺ ചാനലിനെതിരെ, പേരെടുത്ത് തന്നെ പറയുകയാണ്, മീഡിയ വൺ ചാനലിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുക തന്നെയല്ലേ ചെയ്യുന്നത്? രജനി, നമസ്തേ.
നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിലും സംസ്ഥാനത്തെ ചില മാധ്യമങ്ങളും ഇത്തരത്തിലൊരു പ്രചരണം ശക്തമായി തന്നെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിൽ നടന്ന ഈ ഒരു കാര്യം. മൂന്ന് അവതാരകർ ഇരുന്നു കൊണ്ടുള്ള ഈ ഒരു പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ വത്സൻ തില്ലങ്കേരിയെ വളരെ മോശമായി അല്ലെങ്കിൽ അധിക്ഷേപകരമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് നുണപ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഈ മട്ടന്നൂരിൽ നടന്ന ഒരു ഷിഹാബ് എന്ന വ്യക്തിയുടെ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നടക്കമുള്ള വലിയ തോതിലുള്ളൊരു നുണപ്രചരണം തന്നെയാണ് മീഡിയ വണ്ണിലെ വാർത്താ അവതാരകർ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ വത്സൻ തില്ലങ്കേരി നിലവിൽ ഒരു ക്രിമിനൽ കേസുകളിലും പ്രതിയല്ല. എന്നാൽ അദ്ദേഹം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നൊരു കാര്യം പറഞ്ഞു വെക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇവർ പറയുന്നത് ഈ മട്ടന്നൂരിൽ നടന്ന ഷിഹാബിന്റെ കൊലപാതക കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് വത്സൻ തില്ലങ്കേരി എന്നാണ്. എന്നാൽ ഇതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 2002 മെയ് 22-നാണ് മട്ടന്നൂർ ചാവശ്ശേരിയിലെ ഉത്തമൻ എന്ന് പറയുന്ന RSS പ്രവർത്തകനെ ബോംബ് എറിഞ്ഞ ശേഷം CPM-കാർ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത്. ഈ ഉത്തമന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന വാഹനത്തിന് നേരെ ആളുകൾ മടങ്ങുകയായിരുന്ന വാഹനത്തിന് നേരെയും CPM-കാർ ഒരു ബോംബേർ നടത്തി. ആ ബോംബേറിലാണ് വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്ന ഷിഹാബും ആ വാഹനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അമ്മു അമ്മ എന്ന വയോധികയും കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ കേസിൽ 25 പ്രതികളാണ് ഉണ്ടായത്. 25 പേരും CPM-കാരാണ്. മാത്രമല്ല കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഒരു കേസ് കൂടിയാണ് ഈ അമ്മുഅമ്മ ഷിഹാബ് വധക്കേസ്. ഈ കേസാണ് CPM-കാർ പ്രതികളായ ഈ കേസാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആയ വത്സൻ തില്ലങ്കേരിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം ഈ മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ മീഡിയ വണ്ണിലെ വാർത്താ അവതാരകർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ളൊരു നെറേറ്റീവിന്റെ ഭാഗമായാണ് അതിലെ മാധ്യമ പ്രവർത്തകർ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഒരു സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകരും ഇത്തരത്തിലൊരു പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല ഈ സംഭവത്തിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും വത്സൻ തില്ലങ്കേരിയും തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നൊരു നിലപാട് തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. കാരണം ഭീകരവാദികൾക്ക് കളം ഒരുക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കുക, അവർക്ക് പ്രവർത്തിക്കാനൊരു സാഹചര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് RSSന്റെ നേതാക്കളെയും RSSന്റെ സംവിധാനത്തെയും സംബന്ധിച്ച് ഇത്തരം വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ നുണ പ്രചരണങ്ങൾ നടത്തുന്നത്. അത് ഇനിയും അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതൃത്വവും തന്നെ ഉള്ളത്. തീർച്ചയായിട്ടും വത്സൻ തില്ലങ്കേരിയുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടയിലാണ് ഈ ഷിഹാബ് വധക്കേസിൽ പ്രതിയാണെന്നുള്ള വരുന്നതും. എന്ത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായിരുന്നാലും മറ്റൊരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇങ്ങനെ പറയുവാനുള്ളൊരു ചങ്കൂറ്റം ഈ ചാനലിന് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട്. ഒപ്പം CPM-ന് കൂടെ പിടിച്ചു കൊടുക്കുന്നു. നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര സംഘടനകൾക്ക് കൂടെ പിടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ. കാരണം RSS നേതാക്കൾ ഇത്തരത്തിൽ ക്രിമിനലുകളാണ് അല്ലെങ്കിൽ ഗുണ്ടകളാണ് എന്ന് ഒരു പൊതുവായൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് അവരെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കാനും അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ പടച്ചു വിടുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ശ്രദ്ധേയമായൊരു കാര്യം. നമുക്കറിയാം ഇതിന് മുൻകാലങ്ങളിൽ CPM-ന്റെ ഓരം ചേർന്നുകൊണ്ട് നടന്ന ആളുകളാണ്. അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ CPM-നൊപ്പം ചേർന്ന് മത്സരിച്ചിട്ടുള്ളതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി അടക്കമുള്ള സംഘടനകൾ. അപ്പോൾ അത്തരം ഒരു നരേറ്റീവ് കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. കാരണം കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാം പല വിഷയങ്ങളും അതൊരു വർഗീയമായി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വർഗീയമായി മാറ്റപ്പെടുന്ന അവസ്ഥകൾക്ക് പിന്നിൽ പലതും
ഇത്തരത്തിലുള്ള സംഘടനകളാണ് എന്നൊരു ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു മീഡിയ വൺ ചർച്ചയിൽ വാർത്താ അവതാരകരായ ആളുകൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവിനെതിരെ ശക്തമായൊരു അല്ലെങ്കിൽ വളരെ മോശമായ നുണ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ പ്രതിഷേധവും അല്ലെങ്കിൽ ഈ കേസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സംഭവത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള ശക്തമായ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. കാരണം ഒരു കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ രാഷ്ട്രീയപരമായ കേസുകൾ, ഭരണകൂടം ഭരണകൂടം ചുമത്തിയ കേസുകളൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെ വിട്ടയച്ചിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് യാതൊരു ഉറപ്പുമില്ലാത്ത ഇത്തരം ഒരു നുണയൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഒരു ചോദ്യം തന്നെയാണ്. വിവിധ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒരുപക്ഷെ സമരങ്ങൾ നയിക്കുകയും ചെയ്തിരിക്കാം. അതിനൊക്കെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കാം. ഒരുപക്ഷെ കേസുകൾ വന്നേക്കാം. പക്ഷെ അതിലൊന്നും പ്രതിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ജനം TV അടക്കം ഏതു മാധ്യമവുമാകട്ടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശക്തമായി തന്നെ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ തെളിവുകൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ, ആരോപണങ്ങൾ നടത്തേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്. അതൊരു മാധ്യമ നീതിയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ അത്തരം ഒരു തെളിവുകളും നൽകാനില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ഒരു വെറും ആരോപണമായി മാത്രം തന്നെയാണ് നൽകാൻ കഴിയുക. നിയമ നടപടിയിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ തീർച്ചയായും അതിനുള്ള ആത്മവിശ്വാസവും അതുതന്നെയാണ്. ഇത്തരത്തിൽ ഇവർക്ക് ആരോപണം നടത്താൻ ഒരു തെളിവും ഇല്ല എന്നുള്ളത്, തെളിവ് ഇല്ലാത്തതിന് കാരണം അദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മിഥുൻ, അപ്പോൾ അദ്ദേഹത്തിന് അത് തന്നെയല്ലേ ആത്മവിശ്വാസം? വീണ പറഞ്ഞത് കൃത്യമാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ ആകുമ്പോൾ രാഷ്ട്രീയപരമായ കേസുകൾ ഉണ്ടാകും. മാത്രമല്ല വത്സൻ തില്ലങ്കേരിയെ സംബന്ധിച്ച് കണ്ണൂരിലെ മാത്രമല്ല സംസ്ഥാനത്തെ തന്നെ ഒരു പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾ കേസിൽ കുടുക്കാനും മറ്റും ശ്രമിക്കുന്ന സാഹചര്യം മുന്നേയും ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസിൽ കുടുക്കിയ സമയങ്ങളിലൊക്കെ തന്നെ അത് കൃത്യമായ നിയമ വഴികളിലൂടെ മുന്നോട്ട് പോയി കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ വെറുതെ വിടുന്ന സാഹചര്യം, ആ കേസിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടേ ഇല്ല എന്ന് നിയമ സംവിധാനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ അദ്ദേഹത്തെ വെറുതെ വിട്ടൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായും ഈ നുണപ്രചരണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഷിഹാബ് എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വത്സൻ തില്ലങ്കേരിക്ക് പങ്കുണ്ടെന്നൊരു നുണപ്രചരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ മുഴുവൻ പ്രതികളും CPMകാരാണ് എന്ന വസ്തുത നിലനിൽക്കെ ആ വസ്തുതയൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ആ കേസിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ കേസുമായി പുലബന്ധം പോലും ഇല്ലാത്ത വത്സൻ തില്ലങ്കേരിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമായ മീഡിയ വണ്ണും അതിലെ വാർത്താ അവതാരകരും ശ്രമിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലെ ആധികാരികത പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിൽ അത്തരമൊരു യാതൊരു മുന്നൊരുക്കങ്ങളോ ഒന്നും നടത്താതെ പൂർണ്ണമായും നുണ അടിച്ചിറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു മാധ്യമ പ്രവർത്തന രീതിക്ക് ചേരാത്തൊരു പരിപാടിയാണ് അവർ ചെയ്തതെന്നുള്ളത് 100% വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നുണപ്രചാരണങ്ങൾ ഇതിന് മൗനം പാലിച്ചു കഴിഞ്ഞാൽ നാളെയും ഇതുപോലത്തെ ആരോപണങ്ങൾ വരാം. കുറെ കാലം തുടർച്ചയായി ഇത്തരം ആരോപണങ്ങൾ വന്ന് അതൊരു കള്ളത്തെ സത്യമാക്കി മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകാം. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഹൈക്കോടതിയിൽ അദ്ദേഹം ഈ മാധ്യമ സ്ഥാപനത്തിനും ഈ നുണ പ്രചരിപ്പിച്ച വാർത്താ അവതാരകർക്കുമെതിരെ പരാതി കൊടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും ഈ RSS BJP പ്രവർത്തകരെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരെ ഏത് രീതിയിൽ വേട്ടയാടിയാലും യാതൊരു പ്രതികരണവും ഉണ്ടാകില്ല. ആർക്കും എന്ത് വേണമെങ്കിലും പറയാവുന്നൊരു സാഹചര്യം ഇനി ഉണ്ടാകില്ല. ആ സാഹചര്യം അനുവദിച്ചു കൊടുക്കാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത്. വീണ, മിഥുൻ, വത്സൻ തില്ലങ്കേരിയെ ആക്രമിക്കുന്നതിലൂടെ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ആരെയാണ് വളർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി, ഇതിന്റെ മറവിൽ ആരെയാണ് വളർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി ഇവിടെ പ്രസക്തമാകേണ്ടതല്ലേ?
തീർച്ചയായും അത് തന്നെയാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കാരണം ഈ, സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഭീകരവാദ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ് സംഘപരിവാറും അതിന്റെ പോഷക സംഘടനകളും ഒക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഭീകരവാദ പ്രസ്ഥാനങ്ങളും തീവ്ര നിലപാടുള്ള ആളുകളും വളർന്നു വരണമെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ഒരു ശക്തി ക്ഷയിക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് അതിന് കളമൊരുക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇത്തരം പ്രചാരണങ്ങളിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം തീവ്ര നിലപാടുകാരായ ആളുകളെ തുറന്നു കാട്ടുന്നതിലും അവർക്കെതിരെ പ്രചരണം നടത്തുന്നതിലും ഒക്കെ തന്നെ കാലങ്ങളായി മുൻപന്തിയിൽ നിൽക്കുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെ സംഘപരിവാർ പ്രസ്ഥാനത്തെ ശോഷിപ്പിക്കാമോ അങ്ങനെ ശോഷിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് വളക്കൂറുള്ള ഒരു മണ്ണ് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ അവർക്കിവിടെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വത്സൻ തില്ലങ്കേരി നമ്മോട് വ്യക്തമാക്കിയ ഒരു കാര്യം ഇത് തന്നെയാണ്. ഭീകരവാദികൾക്ക് കളമൊരുക്കുക എന്നൊരു ഒരു കാര്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ. നമുക്കറിയാം, ആക്രമിക്കാനുള്ള ഒരു കളം ഒരുക്കി കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഒരാളെ കുറ്റവാളിയാണ് എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ട് ഒരു കളത്തെ സത്യമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ഒരു ശ്രമം തന്നെയാണ്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരെ വേട്ടയാടാനുള്ള ശ്രമത്തിന്റെ ഒരു തുടക്കം എന്നോണം തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവത്തെ നോക്കിക്കാണേണ്ടത്. വീണ, ഇതിനൊരു കാര്യം കൂടെ നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടത്, കാരണം മുൻപത്തെ പോലെ അല്ല, ഹിന്ദു സംഘടനകൾ കൂടുതൽ ശക്തി ആർജിക്കുന്ന ഒരു സമയമാണ്. അവരെ ഏതു തരത്തിലും തളർത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങളൊക്കെ തന്നെ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനെ ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ ചാനലും ഈ രംഗത്ത് ഏറുന്നത് അത് എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ നുണപ്രചരണങ്ങൾ നടത്തിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് കേരളത്തിൽ. അതൊക്കെ തന്നെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ RSSകാർക്ക് നേരെ അമ്പെറിയുന്നതും. തീർച്ചയായും രജനി, അങ്ങനെ തന്നെ വേണം കണക്ക് കൂട്ടാൻ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ സംഘപരിവാർ സംഘടനകളെ രൂക്ഷമായി വിമർശിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മുൻകാലങ്ങളിൽ അത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിക്കൊണ്ട് ഈ പല സംഭവങ്ങളിലും RSSനെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു ആസൂത്രിതമായ ഒരു ശ്രമം പല ഇടത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നീക്കമുണ്ടായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ നമുക്കറിയാം, ഹുക്കുമത്തെ ഇലാഹി എന്നൊരു തത്വം വെച്ചുകൊണ്ട് രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കണം എന്നൊരു തത്വം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യത്തിന് പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മോട് ഈ സംഘപരിവാർ സംഘടനകളെ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരണമെന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ ഒരു നിയമ നടപടി എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രജനി, ശരി. എന്തായാലും ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിക്കെതിരെ മീഡിയ വൺ ചാനലും അതിലെ അവതാരകരും നുണപ്രചരണം നടത്തുന്നതായിട്ടാണ് ആരോപണം. എന്തായാലും ഇതിൽ നിയമ നടപടിക്ക് ഒരുങ്ങുക തന്നെയാണ് വത്സൻ തില്ലങ്കേരി ചെയ്യുന്നത്. ഹൈക്കോടതിയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം RSSകാരെ എന്തും പറയാമെന്നുള്ളൊരു നിലപാട് ഇനി ആർക്കും വേണ്ട എന്നുള്ളൊരു സൂചന കൂടെ തന്നെയാണ് വത്സൻ തില്ലങ്കേരി നൽകുന്നത്. വിശദമായ റിപ്പോർട്ടാണ് മിഥുൻ പിള്ള നൽകിക്കൊണ്ടിരുന്നത്. ഇതിൽ മറ്റൊരു പ്രതികരണം കൂടെയുണ്ട്. RV ബാബുവിൻ്റെ ഹിന്ദു ഐക്യവേദി ഭീകരവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ സംസ്ഥാന കാര്യാധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി അധിക്ഷേപിച്ചതിനെതിരെ ഹിന്ദു ഐക്യവേദി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഭീകരവാദത്തിലേക്ക് മുസ്ലിം യുവാക്കളെ ആകർഷിക്കുന്ന പരിപാടികൾക്ക് കുപ്രസിദ്ധി നേടിയ മീഡിയ വൺ താലിബാൻ അടക്കമുള്ള ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളെയും ഭീകരരെയും വെള്ളപൂശുന്നവരാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു പറഞ്ഞു. കണ്ണൂരിലെ ഷിഹാബ് വധം വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിലാണ് നടന്നതെന്ന് പറയുന്നത് അവാസ്തവമാണ്. മീഡിയ വണ്ണിനെതിരെ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അപവാദ പ്രചാരണത്തെ നേരിടുമെന്നും RV ബാബു പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം മീഡിയ വൺ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ ഹിന്ദു ഐക്യവേദിയുടെ കാര്യാധ്യക്ഷനും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ ആരാധ്യനുമായിട്ടുള്ള നേതാവ് ശ്രീ വത്സൻ തില്ലങ്കേരിയെക്കുറിച്ച് തീർത്തും അപകീർത്തികരവും അധിക്ഷേപാർഹവുമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ലോകത്തുള്ള സകലമാന ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും ഹമാസ് അടക്കം ഹിസ്ബുള്ള അടക്കമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെ വെള്ളപൂശുന്നതിൽ ഒരു തരത്തിൽ മത്സര സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് മീഡിയ വൺ ചാനൽ. മുസ്ലിം സമൂഹത്തിൽ
അവരുടെ മതവികാരം കുത്തിയിളക്കി മുസ്ലിങ്ങളെ ഇരകളാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അവരെ കലാപകാരികളോ അല്ലെങ്കിൽ അവരെ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പ്രവർത്തിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ചാനലായിട്ട് നമുക്ക് മീഡിയ വൺ ചാനലിനെ കാണാൻ കഴിയും. ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ചാനൽ അവര് അതിനുവേണ്ടി രാഷ്ട്രത്തോട് ഒപ്പം നിൽക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ ശക്തികൾക്കെതിരായിട്ടാണ് മീഡിയ വൺ എല്ലാ കാലത്തും നിലപാടെടുത്തിട്ടുള്ളത്. മീഡിയ വണ്ണിന്റെ ഈ പ്രചരണം ജനങ്ങൾ അങ്ങേയറ്റം പരിഹാസത്തോടെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹരിയാനയിൽ പോളിംഗിന് തുടക്കമായിരിക്കുകയാണ്. 90 മണ്ഡലങ്ങൾ ജനവിധി തേടുന്നു. സംസ്ഥാനത്ത് ആകെ 20,629 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച ജമ്മുകശ്മീരിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാവും. ഹരിയാനയിലെ സോണിപ്പത്തിൽ നിന്നും എസ് നന്ദഗോപൻ ചേർന്നു. നന്ദൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഹരിയാനയിൽ പോളിംഗ് തുടങ്ങിയിരിക്കുകയാണ്. 3ാം വട്ട ഊഴം ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയും അതുപോലെ തന്നെ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേറാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും ഉള്ളത്. എങ്ങനെ പുരോഗമിക്കുന്നു വോട്ടെടുപ്പ്? നമസ്തേ രജനി. രാവിലെ 7 മണിക്ക് തന്നെ ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു. വൈകുന്നേരം 6 മണി വരെയാണ് സമയമുള്ളത്. ഇതിനോടകം തന്നെ 90 നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ പോളിംഗ് നടപടികൾ ആരംഭിച്ചു. എന്നാൽ ഏതാണ്ട് 32 ഇടങ്ങളിൽ നടപടികൾ വൈകുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറാണ് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ തകരാറ് പരിഹരിച്ച് ഇതുമായി മുന്നോട്ട് പോകും, നടപടികളിലേക്ക് വീണ്ടും കടക്കും എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ചില ബൂത്തുകളിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനടുത്ത് തന്നെ മറ്റ് ചില ബൂത്തുകളുണ്ട്. അവിടെ യാതൊരുവിധ തിരക്കുമില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വളരെ വാശിയേറിയ മത്സരം ആണ് ഈ തവണ ഈ ഹരിയാനയിൽ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 10 വർഷം BJP തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം, അവിടേക്ക് കോൺഗ്രസ് കടന്നു കയറുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2014 അധികാരത്തിൽ ഹരിയാനയിൽ BJP അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് അശോക് ഗെഹ്ലോട്ട് സർക്കാരും അതേപോലെ തന്നെ പിന്നീട് മുഖ്യമന്ത്രിയായ വ്യക്തിയുമടക്കം വലിയ രീതിയിലുള്ള മാറ്റം ഹരിയാനയിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ മാറ്റം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവങ്ങളൊക്കെ തന്നെ തുണയ്ക്കുമെന്നുള്ള ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ഈ അഗ്നിവീർ പദ്ധതി അടക്കം ഹരിയാനയിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ BJP അഗ്നിവീറിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയ കാര്യങ്ങളെ കോൺഗ്രസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഹരിയാനയിൽ വലിയ പ്രചരണമായിരുന്നു കോൺഗ്രസ് നടത്തിയിരുന്നത്. അതായത് ഈ അഗ്നിവീർ പദ്ധതിയിൽ കഴിഞ്ഞ് അല്ലെങ്കിൽ 4 വർഷം സർവീസ് കഴിഞ്ഞ് മടങ്ങി വരുന്നവർക്ക് എവിടെയും ജോലി ലഭിക്കില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ പ്രചരണം. എന്നാൽ BJPയുടെ സങ്കല്പപത്ര 20 പോയിന്റുകൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ 20 പ്രധാനപ്പെട്ട സൂചികകൾ ഉൾപ്പെടുത്തി ആണ് ഈ സങ്കല്പപത്ര, അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോ പുറത്തിറക്കിയപ്പോൾ അതിൽ BJP വ്യക്തമാക്കിയത് 4 വർഷം സർവീസ് കഴിഞ്ഞിറങ്ങിയ മുഴുവൻ ആൾക്കാർക്കും സർക്കാർ സർവീസിലേക്ക് ജോലി അതിൽ എന്നുള്ളതാണ്. അതായത് വിവിധ ഫോഴ്സുകളിലേക്ക്, ഹരിയാന പോലീസിലേക്ക് അടക്കം ജോലിക്ക് റിസർവേഷൻ എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല കർഷകരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഹരിയാനയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര സർക്കാരിനെതിരെ കർഷക വിരുദ്ധ വികാരം ഇളക്കിവിടുവാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചു. അത് കൂടുതൽ ഹരിയാനയിൽ പ്രതിഫലിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഇതെല്ലാം ഇലക്ഷനിൽ കൃത്യമായി തന്നെ പ്രതിഫലിക്കും, അതെല്ലാം വോട്ടായി മാറുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് കോൺഗ്രസിനുള്ളത്. അതേസമയം തന്നെ ഈ ഭരണ തുടർച്ച 10 വർഷത്തിന് ശേഷം വീണ്ടും അടുത്ത 3ാം ഊഴം കൂടി ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം BJPക്കുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ BJP ഹരിയാനയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് BJP പ്രധാനമായും വിലയിരുത്തുന്നത്. അതേസമയം ജാതി രാഷ്ട്രീയം ഏറെ നിർണായകമായ ഹരിയാനയിൽ ഏത് തരത്തിൽ അത്തരം ജാതി രാഷ്ട്രീയങ്ങൾ ഹരിയാനയിലെ വോട്ട് അല്ലെങ്കിൽ ഹരിയാനയിലെ സർക്കാരിനെ ഏത് തരത്തിൽ മാറ്റിമറിക്കുമെന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഹരിയാനയിൽ ജാട്ട് രാഷ്ട്രീയം ഏതാണ്ട് സംസ്ഥാനത്ത് 27% ഉണ്ടായിരുന്ന ജാട്ട് രാഷ്ട്രീയം തന്നെയാകും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജാട്ട് സമുദായത്തെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ആണ് ഇത്തവണ ജാട്ടിനൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജാട്ട് വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴ്ത്താമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പ്രധാനമായും ഈ കോൺഗ്രസിനുള്ളത്. 27% ജാട്ട് സമൂഹമുണ്ട്. എന്നാൽ ജാട്ട് ഇതര വോട്ടുകൾ
വോട്ടുകളാണ് BJP കണ്ടുവെക്കുന്നത്. അതായത് 27% കഴിഞ്ഞാൽ OBC, അതേപോലെ തന്നെ SC ST മറ്റ് ഇതര സമുദായങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ സോനിപ്പത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ വലിയ ഒരു സ്വാധീനമുണ്ട്. ഇതെല്ലാം വോട്ടായി മാറ്റുകയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ വെല്ലുവിളികളെയൊക്കെ തന്നെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഹരിയാനയിൽ BJPക്കുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 20 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സങ്കല്പ പത്ര ഇറക്കിയിട്ടുണ്ട് BJP. ഇതിൽ വ്യക്തമാക്കുന്നത് മുഴുവൻ ആൾക്കാർക്കും, അതായത് ഈ അഗ്നിവീർ പദ്ധതി കഴിഞ്ഞിറങ്ങുന്ന മുഴുവൻ ആൾക്കാർക്കും ജോലി എന്നുള്ളതാണ്. മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട, അതായത് കാർഷിക മേഖലയിൽ 20 ഇനം വിളകൾക്ക് താങ്ങുവില അടക്കം ഇതിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. വാഗ്ദാനങ്ങൾക്കുപരി കഴിഞ്ഞ 10 വർഷത്തെ മികവ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മികവ് കൃത്യമായി തെളിവായി തന്നെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അത് പല മേഖലയിൽ, കാർഷിക മേഖലയിലാണെങ്കിലും ഗതാഗത മേഖലയിലാണെങ്കിലും മറ്റ് ഇതര മേഖലകളിലെല്ലാം തന്നെ അത് കൃത്യമായി പ്രകടമാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് എന്നുള്ളതും ഹരിയാനയിൽ എടുത്തു പറയേണ്ടതാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നു തന്നെയാണ് ഹരിയാന. അത് യുവാക്കൾ, അതുകൊണ്ട് തന്നെ BJPക്കെതിരായിട്ടുള്ളൊരു വികാരം യുവാക്കൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അത്തരം വികാരങ്ങൾ വോട്ടായി മാറ്റാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുമ്പോൾ യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ BJP വിഭാവനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വീടുകളിൽ നിന്നും ഈ കോളേജിലേക്ക് പോകുവാനുള്ള സൗകര്യം, അത് കൃത്യമായി വാഹന സൗകര്യം അടക്കം ഒരുക്കുന്ന വാഗ്ദാനങ്ങളാണ് BJP മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല പഠിച്ചിറങ്ങുന്ന മുഴുവൻ യുവാക്കൾക്കും നൈപുണ്യ വികസനം, അതിലൂടെ അവർക്ക് തൊഴിൽ കണ്ടെത്തുക എന്നുള്ള കൃത്യമായ ആശയം BJP ഹരിയാനയിലെ ജനങ്ങളിലേക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ ആത്മവിശ്വാസം BJP ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസും സമാനമായ രീതിയിൽ, അതായത് ഭരണവിരുദ്ധ വികാരം ഇത്തവണ തങ്ങളെ തുളയ്ക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. ഈ അഗ്നിവീർ പദ്ധതി, അതേപോലെ തന്നെ കർഷകരുടെ സമരം, ഇതിനെല്ലാം ഉപരി ഇപ്പോൾ നിലനിൽക്കുന്ന ഈ BJPക്കുള്ളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അന്തർചിത്തമൊക്കെ വലിയ തുണയാകും എന്നുള്ള കണക്കുകൂട്ടൽ കോൺഗ്രസ് നടത്തുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് പോരുകൾ ഇതിനെല്ലാം തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അടുത്തിടെ കുമാരി ഷെൽജ കോൺഗ്രസിൽ നിന്നുമുള്ള മുതിർന്ന പട്ടികജാതി നേതാവാണ്. അവർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു. കോൺഗ്രസ് നേതൃത്വം പട്ടിക സമൂഹത്തോട് നീതി പുലർത്തുന്നില്ല, നേതാക്കളോട് നീതി പുലർത്തുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും കുമാരി ഷെൽജയുടെ ആക്ഷേപം. ഇത്തരം ഈ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന ഇങ്ങനെ OBC പട്ടികജാതി വിഭാഗം നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് നേതൃത്വത്തിനോടുണ്ട്. ഇതെല്ലാം BJPക്ക് അനുകൂലമായ ഘടകമായി മാറുമെന്നുള്ളത് BJP നേതൃത്വം വിലയിരുത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ ജാതി രാഷ്ട്രീയം ഏറെ നിർണായകമാണ് ഹരിയാനയിൽ. ഈ ജാട്ട് വോട്ടുകൾ എങ്ങനെ മറിയുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. ജാട്ട് വോട്ടുകൾ ഇക്കുറി തങ്ങളുടെ പെട്ടിയിലാക്കുവാൻ വേണ്ടി JJPയും INLDയും അടക്കം മത്സരിക്കുകയാണ്. അതേപോലെ തന്നെ INLDയും BSPയും സഖ്യമായി ചേർന്നാണ് മത്സരിക്കുന്നത്. CPM ഒരേയൊരു മണ്ഡലത്തിൽ മാത്രം കോൺഗ്രസിൻ്റെ കാരുണ്യത്തിൽ CPM മത്സരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനവും ഇത്തവണ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി ഇത്തവണ 88 മണ്ഡലങ്ങളിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലുള്ള സഖ്യ സാധ്യതകൾ ആം ആദ്മി പാർട്ടി പരിശോധിച്ചിരുന്നു. കൂടുതൽ സീറ്റുകൾ ആം ആദ്മി പാർട്ടി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഖ്യ സാധ്യതകൾ മങ്ങിയത് എന്നുള്ളതാണ്. ഏതായാലും ആം ആദ്മി പാർട്ടിയും ഇത്തവണ ഒറ്റയ്ക്ക് 88 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പോർമുഖമാണ് ഹരിയാനയിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. 8-ാം തീയതി ഫലമറിയാൻ കഴിയും. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനൊപ്പം ഹരിയാനയുടെ ഫലം കൂടി അറിയാൻ കഴിയും. വലിയ ആത്മവിശ്വാസം BJP നേതൃത്വത്തിനുണ്ട്. അതിനോളം ആത്മവിശ്വാസം കോൺഗ്രസിനുമുണ്ട്. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരങ്ങൾ തങ്ങളെ തുണയ്ക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. അതേസമയം നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവവും ഹരിയാനയിൽ BJP നടത്തിയ വികസന പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ തങ്ങളെ തുണയ്ക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ അശോക് ഗെഹ്ലോട്ട് വന്നതിന് ശേഷം അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം നയാബ് സിംഗ് സൈനിയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. അദ്ദേഹവും ഒരു നിർണായകമായ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 90 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ഹരിയാനയിലെ സോണിപ്പത്തിൽ നിന്നും എസ് നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ബൂത്തിൽ കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് തന്നെ വോട്ടെണ്ണലും നടക്കുന്നുണ്ട് ചൊവ്വാഴ്ച. നന്ദൻ അതുവരെയും തുടരുകയും ചെയ്യും. അവിടെ നിന്നുള്ള വോട്ടെണ്ണലിന് വരെ അപ്ഡേറ്റ്സ് അപ്പോൾ പ്രേക്ഷകർക്ക് ലഭ്യമാകുന്നതിനായി. ഇപ്പോൾ സ്ക്രീനിൽ പോകുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രേക്ഷകർ. നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് പോകാം. പ്രമുഖ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടന്നതായി പരാതി. കോഴിക്കോട് ഈസ്റ്റ് നടക്കാവിലെ വീട്ടിലാണ് കവർച്ച നടന്നത്. 26 പവൻ സ്വർണ്ണമാണ് മോഷണം പോയത്. MTയുടെ ഭാര്യ സരസ്വതി നടക്കാവ് പോലീസിൽ പരാതി നൽകി. ആനന്ദ് പുത്തൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആനന്ദ്, എപ്പോഴാണ്
ഈ സംഭവം ഉണ്ടായത് എന്ന് ആണ് ഈ പരാതിയിലുള്ളത്. വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ 2 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ വെച്ചാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് എം ടി വാസുദേവന്റെ ഭാര്യ നടക്കാവ് പോലീസിൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ഭാര്യ സരസ്വതിയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈസ്റ്റ് നടക്കാവിലുള്ള കൊട്ടാരം റോഡിലെ വീട്ടിലാണ് ഇത്തരത്തിൽ ഈ സ്വർണം കവർച്ച നടന്നെന്ന് കരുതപ്പെടുന്നത്. 26 പവൻ സ്വർണമാണ് ഇത്തരത്തിൽ മോഷണം പോയതായി പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ നടക്കാവ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏത് ദിവസമാണ് കൃത്യമായി ഈ സ്വർണം പോയതെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമായി പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CCTV എല്ലാമുള്ള ഒരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് ആ റോഡുകളും ആ വീടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം CCTV അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനുശേഷം മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുന്നു. 9 മണിയോട് കൂടി തന്നെ പോലീസ് എം പിയുടെ വീട്ടിലെത്തി മറ്റ് പരിശോധനകൾ ആരംഭിക്കും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ശരി, എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടന്നു എന്നുള്ള വാർത്തയാണ്. വരും മണിക്കൂറുകൾ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും പോലീസ് അന്വേഷണമൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ആനന്ദപുതൂര് റിപ്പോർട്ട് ചെയ്യുന്നത്. നാടെങ്ങും നവരാത്രി ആഘോഷം തന്നെയാണ്. അതിലേക്ക് നവരാത്രി ആഘോഷ നിറവിലാണ് തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപം. വാഗ്ദേവതയുടെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് മണ്ഡപത്തിലേക്ക് എത്തുന്നത്. സരസ്വതി മണ്ഡപത്തിലെ ഇനിയുള്ള 11 നാളുകൾ കലാസമൃദ്ധമാകും. ഇനിയുള്ള 11 നാളുകൾ ഉപാസനയുടെ വ്രതനിഷ്ഠാകാലമാണ്. വിദ്യയുടെയും കലയുടെയും പുനരുദ്ധാരണം നടക്കേണ്ട കാലം. സംഗീത സാന്ദ്രമാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ സന്ധ്യകൾ. നവരാത്രിയെ ശാസ്ത്രീയ സംഗീതത്തോട് ചേർത്ത് ശ്രുതിയിട്ടത് സ്വാതി തിരുനാൾ മഹാരാജാവാണ്. കൊല്ലവർഷം 1741 ആണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ഇതിന്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് 1841 സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ഈ കച്ചേരി, പ്രത്യേകിച്ച് നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും സരസ്വതി ദേവിയെ ഇവിടെ ആനയിച്ച്, ഇവിടെയല്ല കോട്ടയ്ക്കകത്ത് ആനയിച്ചിട്ട് കുമാരസ്വാമി ഇവിടെ കൊണ്ടിരുത്തി പൂജാവിധി പ്രകാരം അഭിഷേകം ചെയ്ത് യാത്രയാക്കുന്ന ഒരു ചടങ്ങാണ്. അതിനോടനുബന്ധിച്ച് 10 ദിവസം ഇവിടെ സംഗീത കച്ചേരി അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ഈ പൂജപ്പുരം സംഗീത മണ്ഡപം, അതായത് സരസ്വതി സംഗീത മണ്ഡപം സ്ഥാപിച്ചത്. അത് പിൽക്കാലത്ത് വളരെ പ്രൗഢഗംഭീരമായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വളരെ ഒരു ദേശീയ ഫെസ്റ്റിവൽ പോലെ ആണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കുരുന്നുകൾ വിദ്യാരംഭം നടത്താറുള്ളത് വിജയദശമി ദിനത്തിലാണ്. വാദ്യ നൃത്ത സംഗീത കലകളുടെ വാദ്യാക്ഷരം കുറിക്കുന്നതും വിജയദശമിയിലാണ്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ ഇത്തവണ പ്രഗത്ഭരായ നിരവധി പേരാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകുന്നത്. പൂജപ്പുരയിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ദീപാലങ്കാരവും കാഴ്ചക്കാർക്ക് വ്യത്യസ്താനുഭവം നൽകുന്നു. ജനം, തിരുവനന്തപുരം. ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി രാവും പകലും കലാപരിപാടികൾ അരങ്ങേറുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇനി ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഉടമ മനാഫിനെ അർജുന്റെ സഹോദരിയുടെ പരാതിയിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനമായിട്ടുണ്ട്. മനാഫിന്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അപകീർത്തിപ്പെടുത്തുന്നതൊന്നും കണ്ടെത്താൻ പോലീസിനായില്ല എന്നാണ് റിപ്പോർട്ട്. ആനന്ദ് പുത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ്. ആനന്ദ്, എന്താണ് പോലീസ് ഈ യൂട്യൂബ് ചാനൽ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത്, തീരുമാനമെടുത്തത്?
വീണ, നമുക്കറിയാം ഈ അർജുന്റെ സംസ്കാരത്തിന് ശേഷം ഈ കുടുംബം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ചില ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പ്രത്യേകിച്ച് മനാഫിനെതിരെ കുടുംബം നടത്തിയിരുന്നു. തുടർന്നാണ് ഈ വീട്ടുകാർക്ക് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു സൈബർ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നത്. വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണത്തിന് കുടുംബം ഇരയാവുകയായിരുന്നു. തുടർന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. ഇത്തരത്തിൽ തങ്ങൾക്കും കുടുംബത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് ആക്രമണം വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പരാതി നൽകിയത്. മാത്രമല്ല ഈ മനാഫ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇടയായതെന്നുള്ള ഒരു പൊതുവെ ആരോപണവും നിലനിന്നിരുന്നു. മനാഫ് കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണ് കുടുംബം ആ പത്രസമ്മേളനത്തിൽ ആരോപിച്ചത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ സൈബർ അറ്റാക്ക് വ്യാപകമായി തുടർന്ന്. എന്തായാലും ഈ പരാതിയെ തുടർന്ന് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയ വകുപ്പുകൾ അടക്കം ചേർത്തുകൊണ്ടാണ് മനാഫിനെതിരെ കേസെടുത്തിരുന്നത്. മനാഫിനെയും കേസിൽ ഉൾപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം കുടുംബത്തിനെ മൊഴിയെടുക്കുന്ന കാര്യങ്ങളിലേക്ക് പോലീസ് എത്തി. ചേവായ പോലീസാണ് മൊഴിയെടുത്തത്. ഇതിനുശേഷം മനാഫിനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഈ യൂട്യൂബ് ചാനൽ അടക്കം മനാഫിനെ യൂട്യൂബ് ചാനൽ അടക്കം പരിശോധിച്ച ശേഷം ഇത്തരത്തിൽ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയായിരുന്നു. ഇപ്പോൾ സാക്ഷിയാക്കിയിട്ടാണ് മനാഫിനെ പോലീസ് എടുത്തിരിക്കുന്നത്. കാര്യമായിട്ടുള്ള കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനാഫിന്റെ ഭാഗത്ത് നിന്ന് പ്രചരണം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ ഭാഗത്തിലാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിൽ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി സാക്ഷിപ്പട്ടികയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ ഒരു സംഭവം നമ്മൾ ഈ അർജുനെ കണ്ടെത്തി ചിതകത്തി അർജുൻ പോയി കഴിഞ്ഞു, അപ്പോഴെല്ലാം അവിടെ അവസാനിച്ചു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനുശേഷവും അത് നിർത്തുന്നില്ല, പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മനാഫിന് പിന്നിൽ എന്താണ്, ഈ കുടുംബം ആരോപിക്കുന്നതിന് പിന്നിൽ എന്താണ് എന്ന് ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയണം. ഇനി ഇന്നലെ വൈകിട്ടോടെ സംഭവിച്ച ഒരു വാർത്തയാണ്. കോതമംഗലത്തെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കാട് കയറിയ നാട്ടാന. ആ നാട്ടാനയ്ക്കായിട്ട് തിരച്ചിലൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പുതുപ്പള്ളി സാധു എന്ന ആനയാണ് കാട് കയറിയത്. 60 പേരടങ്ങുന്ന സംഘമാണ് ആനയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. രേഷ്മ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. രേഷ്മ, ഇന്നലെ രാത്രിയിൽ തിരച്ചിൽ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇന്നലെ 9 മണിയോടുകൂടി തന്നെ ഈ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? രജനി, ഇന്നലെ 9 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും നിരീക്ഷണം തുടർന്നിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ വീണ്ടും പുതുപ്പള്ളി സാധുവിനായിട്ട് തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. 60 പേരടങ്ങുന്ന സംഘമാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകനങ്ങളടക്കം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. വിജയ് ദേവരക്കൊണ്ട നായകനായ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി എത്തിച്ച ആനകൾ തമ്മിൽ കൊമ്പ് കോർത്ത സമയത്താണ് ഇതിൽ ഒരാനയായിട്ടുള്ള പുതുപ്പള്ളി സാധു ഉൾവനത്തിലേക്ക് കയറി ഓടിപ്പോയത്. ബാക്കിയുള്ള ആനകളെ കണ്ടെത്തി അവരെ മറ്റ് ഷെൽട്ടറിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ നിലവിൽ 60 പേരടങ്ങുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഉൾവനത്തിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ഇതിന്റെ അതായത് ഈ സംഭവം എന്ന് പറയുന്നത് ഇന്നലെ ഈ ഷൂട്ടിംഗ് പാക്കപ്പായ ശേഷം ആനകളെ ലോറിയിൽ കയറ്റുന്നതിനിടയിലാണ് ഈ പ്രശ്നമുണ്ടായത്. തടത്താവിള മണികണ്ഠൻ എന്ന ആന പുതുപ്പള്ളി സാധുവിന്റെ പിറകിൽ കുത്തുകയായിരുന്നു. തുടർന്ന് ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തു. പിന്നീട് പുതുപ്പള്ളി സാധു നേരെ ഉൾവനത്തിലേക്ക് ഓടി മറയുകയായിരുന്നു. ഈ ഭൂതത്താൻകെട്ട് മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. 3 പിടിയാനകൾ അടക്കമാണ് ഈ ഷൂട്ടിങ്ങിന് എത്തിച്ചത്. കാട്ടാനകൾ എന്നുള്ള രീതിയിൽ അഭിനയിപ്പിക്കാനായിരുന്നു കൊണ്ടുവന്നത്. പിന്നീട് ഈ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ ആനകളുടെ ചങ്ങല മാറ്റിയിരുന്നു. എന്തായാലും നിലവിൽ പുതുപ്പള്ളി സാധുവിനായിട്ട് തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. മറ്റ് ആനകളെ കൃത്യമായിട്ടുള്ള ഷെൽട്ടറിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ മറ്റ് ആനകളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും സാധുവിനായിട്ടുള്ള തിരച്ചിൽ ഓപ്പറേഷൻ സാധു എന്നുള്ള രീതിയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ശരി, ഏതായാലും പുതുപ്പള്ളി സാധുവിനെ ട്രാക്ക് ചെയ്തതായിട്ടാണ് സൂചന. കാടിന് പുറത്തെത്തിക്കാനാണ് RRT സംഘം. 2 കാര്യങ്ങളാണ് രജനി ഇതിനകത്ത്. സാധാരണഗതിയിൽ കാട്ടിൽ നിന്ന് ആന നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പരിഭ്രാന്തി ഉണ്ടാകുന്നതും അത് പക്ഷേ കാട്ടാന ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനുണ്ട്. തിരിച്ചങ്ങോട്ട് ഒരു നാട്ടാന കാട് കയറുമ്പോൾ അത് കാടിനുള്ളിൽ എങ്ങനെ അത് സർവൈവ് ചെയ്യപ്പെടുമെന്ന് പറയുന്ന ഒരു ആശങ്ക. അപ്പോൾ അത് പരിക്കേറ്റിട്ടുമുണ്ട്. ഇന്നലെ ഈ ആനകൾ തമ്മിലുള്ള തമിഴ് കുത്തില് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികളായിരിക്കും വനം വകുപ്പ് ചെയ്യുന്നതെന്നൂടെ നോക്കി കാണേണ്ടത്. അതുപോലെ ഒരു സാധു എന്ന് കേൾക്കുമ്പോൾ ഒരു അനുകമ്പ പുതുപ്പള്ളി സാധു, മറ്റൊന്ന് ഓപ്പറേഷൻ സാധു. ഓക്കെ. ഇനി
രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ DGP ഷെയ്ഖ് ദർബേസ് സാഹിബ് ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ADGPക്കെതിരെ തെളിവില്ലെന്നുള്ള റിപ്പോർട്ടാകും നൽകുക എന്നാണ് സൂചന. പൂരം കലക്കൽ അടക്കമുള്ള വിവാദങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. R രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഇന്നലെ വൈകിട്ട് രാത്രി 9 മണി വരെയും റിപ്പോർട്ട് ോടുകൂടെ ഇന്നില്ല നാളെ എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ റിപ്പോർട്ട് കൈമാറിയേക്കും എന്ന് തന്നെയാണ് സൂചന. അപ്പോഴും റിപ്പോർട്ടിൽ എന്തൊക്കെ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നമസ്തേ രജനി, വീണ. ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് MR അജിത് കുമാറിനെതിരെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും PV അൻവർ MLA ആണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതിൽ തന്നെ മാമി തിരോധാന കേസിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ട്. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് MR അജിത് കുമാറാണ്. മാത്രമല്ല അനധികൃതമായി സ്വത്തുക്കൾ MR അജിത് കുമാർ സമ്പാദിച്ചു തുടങ്ങി പൂരം കലക്കൽ വരെയുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും 80% മാത്രമേ റിപ്പോർട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 2 ദിവസമായി ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ചുമതലയിൽ തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് ഒരു സംഘത്തെ നിയോഗിച്ചത്. ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് പോലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രധാനമായും ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമായിരുന്നു CPI ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ഇതിന് വഴങ്ങിയിരുന്നില്ല. മാത്രമല്ല ഈ അന്വേഷണ സംഘത്തെക്കുറിച്ചും ഏറെ ആരോപണങ്ങൾ ഉണ്ടായി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അന്വേഷണം നടക്കുന്നതിൽ 2 പേർ നേരിട്ട് MR അജിത് കുമാറിന് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതിൽ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ, അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നേരിട്ട് MR അജിത് കുമാറിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂർ റേഞ്ച് DIG തോമസൻ ജോസ്, അദ്ദേഹവും നേരിട്ട് MR അജിത് കുമാറിന് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിയാണ് അന്വേഷണം നടത്തുന്നത്, അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സംഘത്തെ മാത്രമാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെ DGP നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമല്ലെങ്കിൽ പോലും ഈ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മാമി തിരോധാന കേസാണ്. ആ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് കാര്യമായി പങ്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ ഉണ്ടാകാൻ സാധ്യത. ഇതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിലും കഴമ്പില്ല എന്നായിരിക്കും റിപ്പോർട്ടിൽ ഉണ്ടാകാൻ സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങൾ MR അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടുണ്ട്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം വേണമെന്നോ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നോ DGP റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിന്റെ വീഴ്ച ഉണ്ടായി എന്ന സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിലും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മുഖ്യമന്ത്രിയാണ് വീണ്ടും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചു വരുന്നത്. CPI AKG സെന്ററിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അതിന് വഴങ്ങിയില്ല. MR അജിത് കുമാർ തുടരും. ഒരു ആരോപണം ഉയരുമ്പോൾ അതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ല, അതൊരു തെറ്റായ കീഴ്വഴക്കമാകും എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ MR അജിത് കുമാറിനെതിരെ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DGP റിപ്പോർട്ട് നൽകുകയും നടപടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്താൽ അതിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാവുക. രജനി, അപ്പോൾ തന്നെ രാജീവ്, ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെ CPIക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു MR അജിത് കുമാറിനെ മാറ്റും എന്നുള്ളത്. ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് പ്രത്യേകിച്ച് ഒരു മുഹൂർത്തം ഒന്നും തന്നെ വേണ്ട, റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന്. അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ് CPI ഇപ്പോഴും. അപ്പോഴും ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇല്ലെങ്കിൽ ഇത്രയും ഒരു ദിവസം വേണ്ടിയായിരുന്നു ഈ റിപ്പോർട്ടിന്. അപ്പോൾ തന്നെ പറയുന്നത് 80% മാത്രമേ ഈ റിപ്പോർട്ടിലുള്ളൂ എന്നുള്ളത്. CPIക്കുള്ള കൊടുത്ത ഉറപ്പ് പാലിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത്.
രജനി, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടും തുടർ നിലപാടുകളുമാണ്. അതായത് ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വേദിയിലായിരുന്നു. അവിടെ MR അജിത് കുമാർ ഉണ്ടായിരുന്നു. MR അജിത് കുമാറിനെ കൂടി വേദിയിലിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റ് ചെയ്യുന്നത് ഏത് ഉന്നതനായാലും അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന്. തുടർന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി നിലപാട് മാറ്റിയത്. MR അജിത് കുമാറിനെ മാറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം PV അൻവർ ഉന്നയിച്ച ആരോപണം ക്രമസമാധാന ചുമതലയുള്ള ADGPയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി നേരിട്ട് ബാധിക്കുന്നതായിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് PV അൻവർ ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിക്കുന്നു, പിന്നീട് ആരോപണം കടുപ്പിക്കുന്നു. അതിൽ നിന്ന് കൃത്യമായി മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഈ ആരോപണത്തിലൂടെ ലക്ഷ്യമിടുന്നത് തന്നെ തന്നെയാണ്. PV അൻവർ പറഞ്ഞു വെക്കുന്നത് തനിക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന രീതിയിലേക്കാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ അനുമാനം തെറ്റിയില്ല. ആ രീതിയിലേക്ക് തന്നെ PV അൻവർ കാര്യങ്ങൾ കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ആ പരാതിയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. പിന്നീട് ഈ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് വരെ ആരോപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് MR അജിത് കുമാറിനെ തൽക്കാലം കൈവിടേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയത്. ആ ഒരു തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും CPI ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പോലീസിന്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കൂ. ആ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ചത് എന്ന കാര്യം കൂടി വ്യക്തമായതിനു ശേഷം മാത്രമേ നടപടി സ്വീകരിക്കൂ എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. CPIയോടും അതേ നിലപാട് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും CPI നേതാക്കൾ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഈ MR അജിത് കുമാറിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അതിന് മുഖ്യമന്ത്രി ഇപ്പോഴും വഴങ്ങുന്നില്ല. ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ MR അജിത് കുമാറിന് വീഴ്ച പറ്റി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഇനിയും സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രമേൽ കടുത്ത സമ്മർദ്ദമാണ് അദ്ദേഹത്തിന് മുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെ മാറ്റേണ്ടി വരും. അതേസമയം വീഴ്ചയില്ല എന്നാണ് DGP റിപ്പോർട്ട് നൽകുന്നതെങ്കിൽ തുടർന്നും ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാർ തുടരും. അതേസമയം ഈ വിഷയത്തിൽ CPIയിൽ ഒരു ഭിന്നത ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നമുക്ക് ടിൻഡു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ബ്രേക്കിംഗ് ന്യൂസായി പോകുന്നുണ്ട്. അടക്കമുള്ള വാർത്തകളിലേക്ക് ഇനിയും അല്ലേ വലിയ കുത്തൊഴുക്കാണ് രാവിലെ തന്നെ വാർത്തകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിലേക്കുമൊക്കെ വരേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഇപ്പോൾ 8 മണിയാകുന്നത് കൊണ്ട് തന്നെ ഈ മണിക്കുള്ള നമ്മോടൊപ്പം ചേരുന്ന പ്രേക്ഷകർക്കായി പ്രധാന വാർത്തകൾ ഒരിക്കൽ ഹരിയാനയിൽ പോളിംഗിന് തുടക്കം. ഒറ്റക്കെട്ട തെരഞ്ഞെടുപ്പിൽ ജനവധി 90 മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. ഹിസ്ബുള്ളയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ ഇസ്രയേൽ. ദഹിയിലെ സാധാരണക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് മുന്നറിയിപ്പ്. മുസ്ലിം അറബ് നേതാക്കളെ കണ്ട് കമല ഹാരിസ്. വത്സൻ തില്ലങ്കേരിയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധം ശക്തം. നിയമ നടപടിയിലേക്ക് ഹിന്ദു ഐക്യവേദി. RSSകാരെ എന്തും പറയാമെന്ന് കരുതേണ്ടെന്ന് വത്സൻ തില്ലങ്കേരി ജനം TVയോട്. ADGPയെ കുറിച്ചുള്ള പരാതികൾ അന്വേഷിച്ച് DGPയുടെ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. തെളിവില്ല എന്നുള്ള റിപ്പോർട്ട് നൽകുമെന്ന് സൂചന. പൂരം കലക്കലടക്കമുള്ള വിവാദങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയേക്കും. KSRTC ജീവനക്കാരുടെ ഒറ്റത്തവണ ശമ്പളത്തിൽ വീണ്ടും ആശങ്ക. സർക്കാർ ധനസഹായവും ബാങ്ക് വായ്പയും വൈകുന്നത് പ്രതിസന്ധി. പ്രതിഷേധിക്കാൻ ഭരണ അനുകൂല സംഘടനകളും. ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഉടമ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും. അർജുന്റെ സഹോദരിയുടെ പരാതിയിൽ മനാഫ് സാക്ഷിയായേക്കും. മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ അപകീർത്തികരമായതൊന്നും കണ്ടെത്താനായില്ല എന്ന് പോലീസ്. കോതമംഗലത്തെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കാടുകയറിയ നാട്ടാനയ്ക്കായി തിരച്ചിൽ ശക്തം. കാടുകയറിയത് പുതുപ്പള്ളി സാധു എന്ന ആന. തിരച്ചിലിന് വനംവകുപ്പിന്റെ RRT സംഘവും ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വിവരം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാർത്ത തന്നെയാണ്. CPI പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് ADGPയെ പുറത്താക്കും. അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും മുഖ്യമന്ത്രി മുന്നിലേക്ക് വെക്കുന്നതെന്നുള്ള. ADGP വിഷയത്തിൽ നിലപാട് പറയുന്നതിൽ CPIയിൽ ഭിന്നത ഉണ്ടായിട്ടുണ്ട്. പാർട്ടിക്ക് കൂടുതൽ വക്താക്കൾ വേണ്ടെന്ന ബിനോയ് വിശ്വം. പാർട്ടിയുടെ വിഷയത്തിൽ സെക്രട്ടറി അല്ലാതെ മറ്റാരും നിലപാട് പറയേണ്ട. ADGP വിഷയത്തിൽ ബാബു നിലപാട് പറഞ്ഞതാണ് കാരണം. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു,
തലങ്ങും വിലങ്ങുമൊക്കെ തന്നെ അന്വേഷണം ഉണ്ടായിരുന്നു ADGPക്കെതിരെ. പോലീസിന് നേരെ ഒരു അന്വേഷണം ഒക്കെ തന്നെ ഈ CPI വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ADGPയെ മാറ്റണം എന്നുള്ളൊരു നിലപാട്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും ഈ മന്ത്രി K. രാജൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴും ഈ CPIക്കുള്ളിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ADGPയെ മാറ്റണമെന്നുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഭിന്നത കൂടെ രൂപപ്പെട്ടിരിക്കുന്നു. രജനി, വീണ, നമസ്തേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാലങ്ങളായിട്ട് ഇപ്പോൾ മുകേഷിന്റെ വിഷയം ഉൾപ്പെടെ അവസാനം വന്ന് നിൽക്കുന്ന മുകേഷ് MLAയുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ വന്നിട്ടുള്ള കാര്യമാണ് CPIക്കകത്തുള്ള ഭിന്നത. ആ ഭിന്നത ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPI ദേശീയ നിർവാഹക സമിതി അംഗം K. പ്രകാശ് ബാബുവും അതോടൊപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തമ്മിലുള്ള ഭിന്നാഭിപ്രായമാണ് ഇന്നലെ ചേർന്ന നിർവാഹക സമിതി യോഗത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ADGPയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പൂരം അലങ്കോലമാക്കിയതും അതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ADGPയുമായിരുന്ന മറ്റു വിവാദങ്ങളിലൊക്കെ ഈ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു ഇത്തരത്തിലുള്ള ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്, പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നതും അതോടൊപ്പം തന്നെ ലേഖനങ്ങൾ എഴുതുന്നതും അതോടൊപ്പം തന്നെ പരസ്യ പ്രതികരണങ്ങളിലും മറ്റഭിപ്രായങ്ങളിലുമാണ് ഇപ്പോൾ ബിനോയ് വിശ്വം ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്. പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ CPIയുടെ സെക്രട്ടറി എന്ന സ്ഥാനത്ത് ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ തന്നെ പാർട്ടിയിൽ കൂടുതൽ വക്താക്കളുടെ ആവശ്യമില്ല. അത്തരത്തിൽ ഒരു വക്താവിന്റെ അഭിപ്രായം നിലവിലെ സാഹചര്യത്തിൽ ഉരുത്തിരിയുന്നില്ല എന്നും അദ്ദേഹം പരസ്യമായി തന്നെ വിമർശനം അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ CPM-നെതിരെയും LDF മുന്നണിക്കെതിരെയും വരുന്ന ആരോപണങ്ങളിൽ ഒരു ഘട്ടം വരെയെങ്കിലും CPI അവരുടെ എതിർപ്പ് അറിയിക്കുകയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ, അതായത് മുകേഷ് MLAക്കെതിരെ വന്ന ആരോപണം, മുകേഷ് MLA മാറ്റണമെന്നുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണം, അതിൽ ഏതാണ്ട് 3 നിർവാഹക സമിതി അംഗങ്ങളാണ് ഇത്തരത്തിൽ MLAയെ മാറ്റണം എന്ന തീരുമാനവുമായി നിന്നത്. പക്ഷേ അതിൽ അനുകൂലിച്ചുകൊണ്ട് നിന്നത് സംസ്ഥാന സെക്രട്ടറി തന്നെയായിരുന്നു, അല്ലെങ്കിൽ ബിനോയ് വിശ്വം തന്നെയായിരുന്നു. ഈ ഘട്ടത്തിലും അങ്ങനെയാണ്. മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട്, അല്ല ഒരുപക്ഷെ ഈ ഘട്ടങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പാർട്ടിക്കിടയിലെ ഭിന്നത ഇപ്പോൾ മറനീക്കി പുറത്തു വന്നതുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രകാശ് ബാബു ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് അവസാനിക്കണം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ADGP MR അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേരളത്തിൽ വന്ന നിർവാഹക സമിതി യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരുമ്പോഴും മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നൽകിയിരുന്നു, ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഈ ലേഖനങ്ങളിലൊക്കെ ചൊടിപ്പിച്ചിരിക്കുന്നത് പാർട്ടി വക്താവാകേണ്ട എന്ന്, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു തീരുമാനമെടുക്കാൻ, പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പറയാൻ മറ്റൊരാൾ വേണ്ട, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാത്രം മതിയാകും എന്ന തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ LDF മുന്നണിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു ഘടകകക്ഷി കൂടിയാണ് CPI എന്ന് പറയുന്നത്. CPI ശക്തമായി തന്നെ അവരെ എതിർപ്പുകളും അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും മന്ത്രിമാർ തന്നെ നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ മന്ത്രിസഭാ യോഗങ്ങളിലൊക്കെ അവരുടെ എതിർപ്പുകൾ അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ADGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തർക്കം CPIയിലും കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നലെ വരെ സർക്കാരിനെ അല്ലെങ്കിൽ CPM-നെ സമ്മർദ്ദത്തിലാക്കിയിരുന്ന CPIക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഭിന്നാഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു. അഭിപ്രായങ്ങൾ പറയാൻ ഒരാൾ മാത്രം മതി, എല്ലാവരും അഭിപ്രായം പറയേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ ചേർന്ന നിർവാഹക സമിതി യോഗത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇവിടെ പ്രതികരിക്കാൻ സെക്രട്ടറി ഉണ്ട്. പ്രകാശ് ബാബുവിന്റെ ലേഖനത്തിനും പ്രതികരണങ്ങൾക്കും എതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി പറയുന്നത്. CPIയിൽ തന്നെ ഭിന്നത രൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെയാണ് ടിൻഡു റിപ്പോർട്ട് ചെയ്യുന്നത്. ആരോഗ്യമേഖലയിലെ ഉന്നതതല അന്വേഷണ റിപ്പോർട്ടുകൾ പ്രഹസനമാവുകയാണ്. മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും ഒരു റിപ്പോർട്ട് പോലും വെളിച്ചം കാണുന്നില്ല. SIT ആശുപത്രിയിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സമഗ്ര സാങ്കേതിക സമിതി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സമിതി അംഗങ്ങളെ പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, ഈ ആരോഗ്യ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചത്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ഇപ്പോൾ മരുന്നുകൾ വാങ്ങുന്നതിലും ഒക്കെയും അപര്യാപ്തതയോ അല്ലെങ്കിൽ ക്രമക്കേടുകളോ ഒക്കെ നടക്കുന്നത് മറ്റൊരു വശം. അതിനേക്കാൾ ഉപരി ഇത്തരം ചില കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഈ തീപിടുത്തം, അല്ലെങ്കിൽ കറണ്ട് ഇല്ലാതെ പോകുന്ന അവസ്ഥ, ഇലക്ട്രിസിറ്റി ഇല്ലാതെ പോകുന്ന അവസ്ഥ, ഇതിലൊക്കെ തന്നെയും സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ക്രമക്കേടുകൾ അടിമുടി കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ റിപ്പോർട്ടുകൾക്ക് വെളിച്ചം കാണാൻ കഴിയുന്നില്ല? ഈ റിപ്പോർട്ടുകൾ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകുന്നു?
വീണ, ആരോഗ്യമന്ത്രിയായി വീണ ജോർജ് എത്തിയതിനു ശേഷം നിരവധി വീഴ്ചകളാണ് ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ വ്യാപകമായ പിഴവുകൾ ഉണ്ടാകുന്നു. കാലിന് പകരം ഇടത് കാലിന് പകരം വലത് കാലിൽ ശസ്ത്രക്രിയ ചെയ്യുന്നു, ഇടത് കണ്ണിന് പകരം വലത് കണ്ണിന് ശസ്ത്രക്രിയ ചെയ്യുന്നു, മൂക്കിലുള്ള ശസ്ത്രക്രിയ മാറി അത് വയറ്റിൽ ശസ്ത്രക്രിയ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ICU പീഡനം, ഏറ്റവും വലിയ വിവാദമായ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക മറന്നുവെച്ച ഹർഷിനയുടെ സംഭവം, ഏറ്റവും അടുത്തായി ആരോഗ്യ മേഖലയിൽ ഉണ്ടായ വീഴ്ചയാണ് SAT ആശുപത്രിയിൽ 4 മണിക്കൂറോളം വൈദ്യുതി കട്ടാകുന്ന ഒരു സാഹചര്യം. അതായത് പൂർണ്ണമായും SAT ആശുപത്രി ഇരുട്ടിലാകുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ആരോഗ്യ മേഖലകളിൽ ഉണ്ടാകുന്ന വീഴ്ചകളിൽ വളരെ വലുതാണ്. ഈ വീഴ്ചകളിലൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യമന്ത്രി ഇടപെടുകയും ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ അന്വേഷണങ്ങളുടെയൊക്കെ തന്നെ ഈ അന്വേഷണം എവിടെ വരെ എത്തി, ഈ റിപ്പോർട്ടിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ഇതൊന്നും തന്നെ നമുക്ക് അറിയാൻ കഴിയില്ല. അന്വേഷണങ്ങളെല്ലാം തന്നെ വളരെ പ്രഹസനമായി മാത്രം നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടുകളൊന്നും വെളിച്ചം കാണുന്നില്ല. പല കേസുകളിലും നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് റിലീസ് പുറത്തിറക്കും, ഇത്ര പേരെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വളരെ കുറച്ച് നാളുകൾ കഴിഞ്ഞു നോക്കിയാൽ അവർ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരിച്ച് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഈ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ അവർ അൺഒഫീഷ്യലായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഡോക്ടർമാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ അത് ആരോഗ്യവകുപ്പിന് കഴിയില്ല എന്നുള്ളതാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ അനൌദ്യോഗികമായി പറയുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ ഈ വീഴ്ചകളിൽ കൃത്യമായൊരു നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് ഈ വീഴ്ചകൾ നിരന്തരം ആവർത്തിക്കുന്നത്. SAT ആശുപത്രിയിൽ ഒരു സാങ്കേതിക വിദഗ്ധ സമിതിയെ രൂപീകരിക്കും എന്നുള്ളത് അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. എത്ര ദിവസം പിന്നിട്ടു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇത്രത്തോളം ദിവസം പിന്നിട്ടിട്ടും അതിൽ ആ സമിതിയെ രൂപീകരിച്ചിട്ടില്ല. സമിതി അംഗങ്ങൾ ആര് എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ല. വളരെ കൃത്യമായ ഒരു അന്വേഷണം ആ വിഷയത്തിൽ നടക്കേണ്ടത്. ഇപ്പോൾ PWD വിഭാഗത്തിൽ ഇലക്ട്രിക് വിഭാഗം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ SAT പോലെ ഒരു ആശുപത്രി, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആശുപത്രിയാണ്. അവിടെ 4 മണിക്കൂർ ഈ വൈദ്യുതി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പൂർണ്ണമായും ഇരുട്ടിലായി എന്ന് പറയുന്ന സംരംഭം വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട വിഷയമാണ്. സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ ഏറെ ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയം. അതിൽ പോലും കൃത്യമായ ഒരു സമിതിയെ രൂപീകരിക്കാനോ നടപടി സ്വീകരിക്കാനോ ഒന്നും തന്നെ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ചില കീഴുദ്യോഗസ്ഥരുടെ മേൽ കുറ്റം ചാർത്തി അതിൽ തന്നെ ഒതുക്കി തീർക്കുന്ന ഒരു സമീപനമാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു പോകുന്നത്. ഓരോ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും ആ വീഴ്ചകളിലെല്ലാം ഇത്തരത്തിൽ ഉന്നതതല അന്വേഷണം നടത്തും, വിദഗ്ധ സമിതിയെ രൂപീകരിക്കും, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി ഉണ്ടാകും. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതെപ്പോഴും ആരോഗ്യമന്ത്രി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു സംഭവത്തിൽ പോലും അന്തിമ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടുമില്ല, കർശനമായൊരു നടപടി സ്വീകരിച്ചിട്ടുമില്ല. ഇതേ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഈ വീഴ്ചകൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റു വീഴ്ചകളുമൊക്കെ തുടർക്കഥയാകുന്നതിന് കാരണം. വീണ, ഓക്കെ, റിപ്പോർട്ടുകളെല്ലാം പ്രഹസനമായി മാറുന്ന കാഴ്ചയാണ് രശ്മി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി തുടർച്ചയായി പിന്നാലെ പോകുന്ന ഒരു CMRL KSIDC സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വാർത്തകൾ ഇന്നലെ നമുക്കറിയാം. അതിൽ KSIDC CFOയെ നേരിട്ട് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഈ സാമ്പത്തിക ഇടപാടുകളുടെ നിർണായക തെളിവുകൾ SFIO ശേഖരിച്ചു എന്നാണ് അറിയുന്നത്. ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ്, ബോർഡ് തീരുമാനങ്ങളുടെ മിനിറ്റ്സ് എന്നിവ കണ്ടെടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കും CMRLുമായി നടന്ന ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ KSIDCയുടെ പങ്ക് കൂടിയാണ് അന്വേഷിക്കുന്നത്. KSIDC DFO അരവിന്ദാക്ഷനെ വ്യാഴാഴ്ച ചെന്നൈയിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേർന്നു. ജിജീഷ്, ഈ ചോദ്യം ചെയ്യലിന് ശേഷം കൂടി നേരത്തെ തന്നെ റെയ്ഡുകളും മറ്റും നടന്നു, അതിനുശേഷം ഈ ചോദ്യം ചെയ്യൽ കൂടി കഴിയുമ്പോൾ KSIDCക്ക് ഇക്കാര്യത്തിലുള്ള പങ്കില്ല എന്ന് ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഒടുവിൽ SFIOയ്ക്ക് മുന്നിൽ എത്തിച്ചേർന്ന KSIDC അവരുടെ പങ്ക് സംബന്ധിച്ച എന്തൊക്കെ കാര്യങ്ങളാണ് വെളിപ്പെട്ടത്? വീണ, KSIDCയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ചില രേഖകൾ, വിവരങ്ങൾ, മൊഴികൾ എന്നിവ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SFIO വീണ്ടും അതിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ തന്നെ വിളിച്ചു വരുത്തി ചില കാര്യങ്ങളിൽ സ്ഥിരീകരണം, സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുക എന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ഒരു നീക്കം KSIDCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിനെ ഹൈക്കോടതിയെ അടക്കം സമീപിച്ചു. അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം
ഒഴിവാക്കണം. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് CMRL ഒപ്പം തന്നെ എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നും തന്നെ KSIDC അതിന്റെ ഒരു ഭാഗമാക്കൊന്നും ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള നീക്കങ്ങളുമെല്ലാം നടന്നിരുന്നു. എന്നാൽ SFIO വിവിധ ഘട്ടങ്ങളിലായി ഓഫീസുകളിൽ KSIDCയുടെ നിരവധി ഓഫീസുകളിൽ പരിശോധന നടത്തി. ഹെഡ് ഓഫീസിൽ നിന്നടക്കം രേഖകൾ കണ്ടെത്തി. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളായിരുന്നു 2022, 2023 വർഷം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള സാമ്പത്തിക രേഖകളുടെ മുഴുവൻ വിവരങ്ങളുമായിരുന്നു അന്വേഷണ സംഘം പ്രത്യേകമായി ശേഖരിച്ചിരുന്നത്. പ്രധാനമായും SFIO അന്വേഷിച്ചിരുന്നത് എക്സാലോജിക്കിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക സഹായങ്ങൾ CMRL ചെയ്തു കൊടുത്തിട്ടുണ്ടോ, CMRL എക്സാലോജിക് ബന്ധം കണക്കാക്കിക്കൊണ്ട് CMRL അനധികൃതമായ ഏതെങ്കിലും സഹായങ്ങൾ KSIDCയുടെ ഭാഗത്തു നിന്ന്, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരെല്ലാം, ആരുടെയെല്ലാം സമ്മർദ്ദങ്ങളും സ്വാധീനങ്ങളുമാണ് ഇതിനു പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നീ കാര്യങ്ങളായിരുന്നു പ്രധാനമായും പരിശോധിച്ചത്. പ്രത്യേകിച്ച് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വിവാദ കമ്പനിയായ CMRLന് അനുമതി ലഭിച്ചതിലടക്കം വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു, പരാതികൾ ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തണമെന്നും KSIDCക്ക് അതിനുള്ള ഒരു പങ്കാളിത്തം വ്യക്തമാക്കണമെന്നും ഉള്ള പരാതികളായിരുന്നു വന്നിരുന്നത്. ഇത് സംബന്ധിച്ചു കൂടിയാണ് SFIO അന്വേഷിക്കുന്നത്. ഇതിനിടയിലാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നിരവധി വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ശേഖരിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആ വിവരങ്ങൾ ശേഖരിച്ചതിന്റെയും അതിന്റെ തെളിവുകൾ കോർത്തിണക്കാൻ കഴിഞ്ഞതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ തന്നെ ഇപ്പോൾ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ KSIDC ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായും സാമ്പത്തിക ഇടപാടുകൾ CMRLും എക്സലോജിക്കും തമ്മിൽ നടന്നിട്ടുള്ള കാലഘട്ടങ്ങളിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും അന്വേഷണം നടത്തുക. നേരത്തെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ടും CMRL കമ്പനിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ പലരും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SFIOയും എല്ലാം തന്നെ ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് SFIOയ്ക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഈ പല സാമ്പത്തിക ഇടപാടുകളിലെയും സുതാര്യത സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിൽ പരിശോധന നടത്തിയാൽ മാത്രമാണ് വ്യക്തമാവുകയെന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വീണ്ടും വിളിച്ചു വരുത്തി. എന്നാൽ ആവർത്തിച്ച് KSIDC നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നും തന്നെ CMRLും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നും തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപാടുകളും നടന്നിട്ടില്ല, സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. അനധികൃതമായി CMRLന് യാതൊരു തരത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടില്ല തുടങ്ങിയ വിശദീകരണങ്ങളാണ് ഏറ്റവും ഒടുവിൽ നൽകിയിട്ടുള്ള ചോദ്യം ചെയ്യലിൽ കൂടി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളിൽ ഒരു കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ, അതായത് KSIDC കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം, SFIO അന്വേഷണം മുന്നോട്ട് പോകുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും അത് പുറത്തു കൊണ്ടുവരുന്നതിനുമുള്ള അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം, കരിമണൽ കമ്പനിയായ CMRL, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വിവാദ IT കമ്പനി എക്സലോജിക് എന്നിവയ്ക്കൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിലേക്ക് കൂടി കൂടുതൽ ശക്തമായി നീങ്ങുന്നു എന്ന് വ്യക്തമാകുന്ന നീക്കങ്ങൾ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ റിപ്പോർട്ട് നൽകേണ്ട സമയപരിധി തീർന്നിരിക്കുന്നു. അധികം വൈകാതെ തന്നെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. നേരത്തെ ROC ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തിയിരുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിന്റെ ചുവട് പിടിച്ചാണ് KSIDCക്കെതിരായ അന്വേഷണത്തിലേക്ക് SFIO എത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ച് കോടതിയെ അടക്കം ഈ അന്വേഷണത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ തുടരന്വേഷണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയാണ് SFIOയ്ക്ക് മുന്നോട്ട് പോകേണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട തെളിവുകൾ പലതും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്, നിർണായകമായ മൊഴികൾ പലതും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് SFIOയ്ക്ക്. ഓക്കെ. എന്തായാലും ഈ നവംബർ 12-ന് സുപ്രീം കോടതി ഈ കേസിലൊരു വിധി പറഞ്ഞേക്കും. അതിന് മുൻപായിട്ട് നിർണായകമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും KSIDC കൂടെ ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അരവിന്ദാക്ഷനെ ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. വീണ്ടും പോകാം നവരാത്രി ആഘോഷ കാഴ്ചകളിലേക്ക്. ഭാരതമെന്ന ധർമ്മരാഷ്ട്രത്തിൻ്റെ പുനഃസംസ്ഥാപനമാണ് നവരാത്രിയിലൂടെ അർത്ഥമാക്കുന്നതെന്ന് വേദപ്രഭാഷകൻ സന്തോഷ് ചെത്തിക്കോട്. അധർമ്മികളുടെ കയ്യിലെ ആയുധങ്ങളെ ധർമ്മത്തിനു വേണ്ടി
പൂജിച്ചുയർത്തിയതിൻ്റെ നിറവാണ് വിജയദശമി എന്നാണ് ഐതിഹ്യം. സന്തോഷ് ചെത്തിക്കോടിൻ്റെ വാക്കുകളിലേക്ക്. ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിലും നവരാത്രിയുടെ, ദസറയുടെ, ദസരാവിൻ്റെ, വിജയദശമിയുടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ നിന്നും വിജയ ഘോഷയാത്രകൾ നടക്കുകയാണ്. ദിഗ്വിജയ ഘോഷയാത്രകൾ, പ്രത്യാഗമന ഘോഷയാത്രകൾ നടക്കുകയാണ്. എന്താണ് പ്രത്യാഗമന ഘോഷയാത്രകൾ, ദിഗ്വിജയ ഘോഷയാത്രകൾ? ഈ ആഘോഷങ്ങളുടെ എല്ലാം പിന്നിൽ എന്താണ്? ഉറങ്ങാത്ത 9 രാവുകൾ എന്താണ്? അപ്പോൾ വിജയദശമിയുടെയും നവരാത്രിയുടെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ശുഭമുഹൂർത്തത്തിൽ, ഈ ദൈവികമായിരിക്കുന്ന ദേവീ ചൈതന്യം തുളുമ്പുന്ന ഈ നിമിഷങ്ങളിൽ നമ്മൾ ഭാരതത്തിൻ്റെ മുഴുവൻ പൂർവികരെയും ഭക്ത്യാ നമസ്കരിക്കുന്നു, സ്മരിക്കുന്നു. ഇതിലേറ്റവും കൂടുതൽ നമ്മൾക്ക് സ്മരിക്കേണ്ടത്, വിസ്മരിക്കാനാവാത്തത് ഭഗവാൻ കൃഷ്ണനെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വരമാണ്, വരപ്രസാദമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പോലെ. ഈ ധർമ്മരാഷ്ട്രം അദ്ദേഹം പ്രജകൾക്ക് സമർപ്പിച്ചതാണ്. കാരാഗ്രഹത്തിൽ ജനിച്ചവരാണ് കുരുക്ഷേത്രത്തിൽ ജയിച്ചത്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ ധർമ്മയുദ്ധമായ കുരുക്ഷേത്ര ഭൂമിയിൽ 432 മണിക്കൂർ അദ്ദേഹം നിലയുറപ്പിച്ചത് ഈ ധർമ്മരാഷ്ട്രത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ശ്രീചക്രത്തിന്റെ കരുത്തുള്ള ചൂണ്ടുവിരലിനാൽ നവഖണ്ഡങ്ങളെ ചേർത്ത് വെച്ച് നവഭാരതത്തെ സൃഷ്ടിച്ചത് പൗരധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രജാധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ദ്വാപര യുദ്ധത്തിന്റെ പേര് തന്നെ എന്താണെന്നറിയോ? പ്രാർത്ഥനാ യുഗം എന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാർത്ഥിച്ച യുഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദ്വാപര യുഗമാണ്. ആരോടാണ് ഈ ജനങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാലോ അത് ഭഗവാൻ കൃഷ്ണനോടാണ്. എന്തായിരുന്നു ആ ജനങ്ങളുടെ പ്രാർത്ഥന? എന്താണെങ്കിലോ അത് ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, ജീവന് വേണ്ടി, സുരക്ഷിതമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി. കാരണം അതുവരെയും രാജ്യസദസ്സിൽ പോലും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിരുന്നു. ഗർഭപാത്രത്തിൽ പോലും ശിശുക്കൾ സുരക്ഷിതരായിരുന്നില്ല. പ്രാഗ്ജ്യോതിഷത്തിലെ നരകാസുരന്റെ തടവറയിൽ 16,100 യുവതികളെ നഗ്നരാക്കി പീഡിപ്പിച്ചിരുന്ന ഒരു കാലം. ദുര്യോധനാദികൾ ഉൾപ്പെടെയുള്ള നൂറ്റവന്മാർ ഒരു ദിവസം ഒരു പെൺകുട്ടിയെ വെച്ച് ബലിഷ്ഠമായി, മൃഗീയമായി കൊന്നു തള്ളിയിരുന്ന ഒരു കാലം. ജരാസന്ധൻ 18 പ്രാവശ്യം മധുരയിലെ സാധുജനങ്ങളെ ഉപദ്രവിച്ച് കൂട്ടക്കുരുതി നടത്തിയിരുന്ന ഒരു കാലം. എങ്ങും അറിവിന് പ്രാധാന്യം നഷ്ടപ്പെട്ട് ആയോധനങ്ങളുടെ ആചാര്യന്മാർ നാട് ഭരിച്ചിരുന്ന ഒരു കാലം. ആ അധർമ്മികളുടെ, ആസുരിക ശക്തികളുടെ കയ്യിൽ നിന്നും ആയുധം താഴെ വെപ്പിച്ച് ആ ആയുധങ്ങളെ ധർമ്മത്തിന് വേണ്ടി പൂജിച്ചുയർത്തിയ ധർമ്മരാഷ്ട്രത്തിന്റെ പിറന്നാളാണ് വിജയദശമി. ഓക്കെ, നവരാത്രിയോടനുബന്ധിച്ച് തൃശൂർ മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂളും ജനം ടിവിയും സംയുക്തമായി നടത്തുന്ന അക്ഷരോത്സവത്തിന്റെ 2ാം ദിനമായി നടക്കുന്ന കലാസംഗമ വേദിയിലെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. जय राम कृष्ण हरे, जय 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 जय राम कृष्ण हरे.
എവിടെ നോക്കിയാലും സംഗീതവും കലയും നിറയുന്ന ദിവസങ്ങൾ. ഇത് നവരാത്രി സ്പെഷ്യൽ നമ്മൾ രാത്രി 7 മണിക്ക് അതെ വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാ ദിവസവും ഈ 10 ദിവസങ്ങളിലും. ഇനി എവിടെ നോക്കിയിരുന്നാലും AI ആണ്. വീണയും AI ആയിട്ട് കാണാം, എന്നെയും AI ആയിട്ട് കാണാം, നമ്മളെല്ലാവരെയും AI ആയിട്ട് കാണാം. ഇപ്പോൾ രവിവർമ്മ ചിത്രങ്ങളെ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചലിക്കുന്ന ദൃശ്യങ്ങളാക്കിയിരിക്കുകയാണ് ഒരു തിരുവനന്തപുരത്തുകാരൻ. ക്രിയേറ്റീവ് ഡിസൈനറായ യുഹാബ് ഇസ്മയിൽ ജീവൻ നൽകിയ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാണ്. വളരെ കാലങ്ങളായി നിശ്ചലരായിരുന്നു അവർ. അവസാനം AI സാങ്കേതികവിദ്യ അവർക്ക് തുടിപ്പേകി. ജടായുവിന്റെ ചിറകരിയുന്ന രാവണൻ, ഹംസത്തെ ലാളിക്കുന്ന ദമയന്തി തുടങ്ങി 19 രവിവർമ്മ ചിത്രങ്ങൾക്കാണ് നിർമ്മിത ബുദ്ധി തുടിപ്പേകിയത്. തിരുവനന്തപുരം കുളത്തൂർ സ്വദേശിയായ യുഹാബ് ഇസ്മായിൽ 2 ആഴ്ചയെടുത്താണ് ഇതൊരുക്കിയത്. ന്യൂസ് ഡെസ്ക് ജനം. ഇനി നമ്മളെന്നും വളരെ ആകാംക്ഷയോടെ കൗതുകത്തോടെ താല്പര്യത്തോടെയൊക്കെ നോക്കി നിൽക്കുന്ന ഒരു ആളെക്കുറിച്ചാണ്. ആനകൾ അല്ലേ, എവിടെ കണ്ടാലും ഇപ്പോൾ കാട്ടാന നാടിളക്കാൻ വന്നു എന്ന് പറയുമ്പോൾ പോലും ചില ആളുകൾ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, അയ്യോ പാവം. ഏതായാലും ആനകൾ ഒരു കൗതുക കാഴ്ചയാണ്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിലെ തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ആ കാഴ്ച കാണണമെങ്കിൽ പക്ഷേ ബോട്ടിങ്ങിന് പോകണം. എന്നാൽ ഇന്നലെ ബോട്ട് ലാൻഡിങ്ങിലെത്തിയ കാട്ടാന സഞ്ചാരികളുടെ മനം നിറച്ചാണ് മടങ്ങിയത്. ആ കാഴ്ചകൾ കണ്ട് നമുക്ക് വരാം. ഇന്നലെ തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയാണിത്. രാവിലെ തടാകം കടന്ന് അവൾ ലാൻഡിങ്ങിലെത്തി. തുടർന്ന് പുൽത്തകിടിയിലൂടെ മേഞ്ഞുള്ള നടത്തം. തേക്കടിയിലെത്തിയ സഞ്ചാരികൾക്ക് മനം കുളിരുന്ന കാഴ്ചയും. ഇടയ്ക്ക് കൽക്കെട്ട് മറികടന്ന് മറുവശത്തേക്ക് പോകാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. എങ്കിലും പാടുപെട്ടവൾ മറുവശം കടന്ന് പുൽത്തക്കിടിയിൽ വീണ്ടും നിലയുറപ്പിച്ചു. പെരിയാർ ടൈഗർ റിസർവിലെ തേക്കടിയിലെ ബോട്ട് ലാൻഡിങ്ങിൽ രാത്രികാലങ്ങളിലും പുലർച്ചെയുമൊക്കെ കാട്ടാനകൾ എത്താറുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ ആനകളുടെ സാന്നിധ്യം ഉണ്ടാകാറില്ല. ബോട്ടിങ്ങിന് പോകുന്ന സഞ്ചാരികൾ പോലും അപൂർവമായാണ് കാട്ടാനകളെ കാണുന്നത്. ഇതിനിടെയാണ് കാഴ്ചയുടെ വിരുന്നൊരുക്കി കാട്ടാന എത്തിയത്. ഇന്ന് രാവിലെ വന്നാണ് പതിവായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആന വരാറുണ്ട് ഇവിടെ. ചെയ്യാനിപ്പം വിഷയങ്ങളില്ലാതെ ശരി ചെയ്യാതെ ആൾക്കാർ നിൽക്കുകയാണ്. തന്നെ കാട്ടിലോട്ട് കയറി പോവുക തന്നെ ചെയ്യും. പ്രായമുള്ള ആനയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിലും ആനയുണ്ടായിരുന്നു ഭാഗത്ത്. ലാൻഡിങ്ങിലേക്ക് വരാറുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രികളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കാഴ്ചകളൊക്കെയാണ് അവർ കണ്ട് ആനയെ കണ്ട് അടുത്ത് കണ്ട് ആസ്വദിച്ച് പോകുന്നത്. ആനയ്ക്ക് പ്രായാധിക്യമുണ്ടെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇനി കൂട്ടത്തിനൊപ്പം ചേരാൻ സാധ്യതയില്ല. ഭക്ഷണവും വെള്ളവും ലഭിക്കുന്ന ഇടം കേന്ദ്രീകരിച്ചുണ്ടാവും ഇനി അവൾ. ആനയുടെ നീക്കങ്ങൾ വനം വകുപ്പ് നിരീക്ഷിക്കുന്നുമുണ്ട്. വരും ദിവസങ്ങളിലും ആന തിരികെ ബോട്ട് ലാൻഡിങ്ങിൽ എത്താനുള്ള സാധ്യതയാണുള്ളത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി. ഒട്ടനവധി വിഷയങ്ങൾ നമ്മളിന്ന് കൈകാര്യം ചെയ്തു, വാർത്തകളിലൂടെ കടന്നുപോയി. പക്ഷേ ഇനിയും വാർത്തകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതൊന്ന് ചുരുക്കി പറയുക എന്ന് മാത്രമാണ് ഇനിയെന്ന് മാർഗമുള്ളത്, അല്ലേ? നേരത്തെ നമ്മളൊരിക്കൽ സൂചിപ്പിച്ചതാണ് പ്രമുഖ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടന്നൊരു പരാതിയെക്കുറിച്ച്. കോഴിക്കോട് ഈസ്റ്റ് നടക്കാവിലെ വീട്ടിലാണ് കവർച്ച നടന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം 22-നും 30-നും ഇടയിലാണ് മോഷണം നടന്നതെന്ന് അവർ പറയുന്നു. 26 പവൻ സ്വർണ്ണം വന്ന്
മോഷണം പോവുകയും ചെയ്തു. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. നടക്കാവ് വീട്ടിൽ നിന്ന് ആനന്ദ് പുതൂർ ചെയ്യുന്നുണ്ട്. ആനന്ദ്, കഴിഞ്ഞ മാസം 22-നും 30-നും ഇടയിൽ, അതായത് ആ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ മോഷണം നന്നായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഈ പരാതിയിൽ എന്താണ് വീട്ടുകാർ പറയുന്നത്? ഒരു പ്രാഥമിക അന്വേഷണം നടന്നോ? അതായത് ഈ കഴിഞ്ഞ മാസം 22-നും 30-നും ഇടയിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നതെന്നാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. എം ടി വാസുദേവൻ നായരുടെ ഭാര്യയാണ് നടക്കാവ് പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് എം ടി വാസുദേവൻ നായരുടെ വീട്. ഇതിന് സമീപത്തെല്ലാം ഇത്തരത്തിൽ നിറയെ വീടുകളുണ്ട്. എന്തായാലും ഈ 9 മണിയോട് കൂടി തന്നെ പോലീസ് ഇവിടെ ഡോഗ് സ്ക്വാഡുമായി എത്തിക്കൊണ്ട് പരിശോധന നടത്തും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. കുടുംബം പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ 15 ലക്ഷത്തോളം രൂപ വില വരുന്ന ഏതാണ്ട് 26 പവനോളം സ്വർണ്ണമാണ് അത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 29-ാം തീയതി കുടുംബം ഇവിടെ ഉണ്ടായിട്ടില്ല, പിന്നീട് 30-ന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ആ സമയത്താണോ ഇനി അതല്ല 22-നും 30-നും ഇടയിലുള്ള ദിവസങ്ങളാണോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ കുടുംബമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, ഈ ബാങ്കിൽ നിന്ന്, അതായത് ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ഇത്തരത്തിൽ ഈ സ്വർണം മാറ്റുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്വർണം എടുത്തുകൊണ്ടുവരികയും പിന്നീട് ലോക്കർ സൗകര്യം ലഭിക്കാത്തത് മൂലം തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് ഈ സ്വർണം വെക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ സ്വർണം അലമാരയുടെ സേഫിൽ നിന്ന് മോഷണം പോയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നടക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. അല്പസമയത്തിന് ശേഷം തന്നെ പോലീസ് ഇവിടെ എത്തി പരിശോധനകൾ നടത്തുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ശരി. ആനന്ദ് പുത്തൂർ വിവരങ്ങൾ നൽകുകയാണ്. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി ബൊമ്മക്കുലു ഒരുങ്ങി. പാരമ്പര്യ തനിമയും ആചാരപ്പെരുമയും ഒത്തുചേർന്ന ബൊമ്മക്കുലു കാണാൻ നിരവധി ഭക്തരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീദുർഗ, ലക്ഷ്മി, സരസ്വതി, ശമയപുരം മാരിയമ്മൻ, കാഞ്ചി, കാമാക്ഷിയമ്മൻ, വെങ്കിടാചലപതി, ഗായത്രി ദേവി തുടങ്ങിയ ദേവീദേവന്മാർ തൊട്ട് ദശാവതാരം, മീനാക്ഷി കല്യാണം, ശബരിമല, മായക്കണ്ണാടി, പച്ചക്കറി രൂപങ്ങൾ തുടങ്ങിയവയടക്കം ബൊമ്മക്കൊലുവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബൊമ്മകളെ 11 പടികളിലായാണ് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. നവരാത്രി മണ്ഡപത്തിലാണ് ഇവ മനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം ദുർഗയും അടുത്ത 3 ദിവസം ലക്ഷ്മിയും അവസാന 3 ദിവസം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകിയാണ് പൂജകളും ചടങ്ങുകളും. നവരാത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സമൂഹ മഠത്തിൽ അതൊരു നല്ലൊരു ഉത്സവമായിട്ടാണ് ഇവിടെയൊക്കെ ആഘോഷിക്കുന്നത്. അത്ര കുട്ടികളൊക്കെ നല്ല ഇതപ്പം തന്നെ റെഡിയായി എല്ലാം വന്നു കഴിഞ്ഞു. ഈ 9 ദിവസം ഞങ്ങൾക്ക് പോകണ തന്നെ അറിയില്ല. അത്ര സന്തോഷമായിട്ടാണ് എല്ലാവരും ഇവിടെ വരിക മഠത്തിലേക്ക്. വരുന്ന സുമംഗലികൾക്ക് മുഴുവൻ വെറ്റില, അടയ്ക്ക, മഞ്ഞൾ, പൂവ്, അതിൻ്റെ ഒപ്പം അന്നത്തെ നിവേദ്യം പ്രസാദം എന്താ വെച്ചാൽ അതും കൊടുക്കാറുണ്ട്. ഡെയിലി 6 മണിക്ക് ലളിതാ സഹസ്രനാമ അർച്ചന ഇവിടെ ഉണ്ടാവാറുണ്ട്. നവധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങളും ദേവിക്ക് സമർപ്പിക്കുന്നു. നവധാന്യം, നവരസം, നവവേഷം, നവരാഗം എന്ന രീതിയിൽ 9 ദിവസവും ദേവിയെ പ്രീതിപ്പെടുത്തുന്നു. വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും നൈവേദ്യവും പ്രസാദമായി നൽകുന്നു. ഗണപതി ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന, ക്രമാർച്ചന എന്നിവയും ചടങ്ങുകളുടെ ഭാഗമാണ്. ജനം, കോഴിക്കോട്. ഇനി നമ്മൾ പോകുന്നത് ഈ പ്രായമാവും തോറും കുഞ്ഞുകുട്ടികളാകുന്നു എന്നുള്ളൊരു പരിപാടി. അത് തന്നെയാണ് തിരുവനന്തപുരം പൊന്മുടിയുടെ തണുപ്പിൽ കളിച്ചും ചിരിച്ചും ആർത്തുല്ലസിച്ച് ഒരു കൂട്ടം വയോജനങ്ങൾ. നന്ദിയോടെ തുരുത്തു കൂട്ടായ്മയാണ് ആഹ്ലാദ നിമിഷങ്ങൾക്ക് അവസരമൊരുക്കിയത്. ഈ തുരുത്ത് ഒറ്റപ്പെട്ടു പോയവരുടെ ഇടമാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി വയോജനങ്ങളെ ചേർത്തു പിടിച്ച മുന്നേറുകയാണ് നന്ദിയോട് പച്ചയെന്ന കൊച്ചുഗ്രാമത്തിലെ തുരുത്തുകൂട്ടായ്മ. 32 വയോജനങ്ങളെ കൂട്ടിയായിരുന്നു പൊന്മുടിയിലേക്ക് വിനോദയാത്ര. വൃദ്ധരായ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വടംവലി, പിന്നെ അന്താക്ഷരി മത്സരം. പാട്ടുപാടിയും ചുവടുവച്ചും ശലഭങ്ങളെ പോലെ അവർ.
പാർക്കിങ്ങിൽ കുളിച്ച് ആസ്വദിച്ച് മടക്കം. 60ഓളം പേരാണ് തുരുത്തിലുള്ളത്. തുരുത്ത് ഒരു വൃദ്ധസദനമല്ല, സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെ കഴിയാനുള്ള വഴിയൊരുക്കലാണ് ലക്ഷ്യം. ഇടതടവില്ലാതെ അവർക്കായി മാതൃകാ പരിപാടികൾ സംഘടിപ്പിച്ച് തുടരുകയാണ് ഈ കൂട്ടായ്മ. 10ാം വാർഷികത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായി. ചെയർമാൻ നന്ദിയോട് സതീശൻ, വയോജന കൂട്ടായ്മ പ്രസിഡന്റ് വേലുക്കുട്ടി നായർ, വൈസ് പ്രസിഡന്റ് ശ്രീധരൻ, രാധാമണി, പങ്കജാക്ഷൻ തുടങ്ങിയവരാണ് മുഖ്യ സംഘാടകർ. ജനം, തിരുവനന്തപുരം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമുക്കിനി പോകാം. തന്റെ 6 ഏക്കർ ഭൂമിയിൽ വിവിധയിനം പ്ലാവിൻ തൈകളാൽ നിബിഡ വനം നിർമ്മിച്ചിരിക്കുകയാണ് കൊല്ലം സ്വദേശിയായ വെളിയം രാജീവ് എന്ന അഭിഭാഷകൻ. വെള്ളച്ചാട്ടവും പൂപ്പാടവും ശലഭോദ്യാനവും കഫറ്റീരിയ അടക്കമാണ് ജാക്ക് ഫോറസ്റ്റോറിയം എന്ന് പേരിട്ടിരിക്കുന്ന പാർക്കിൽ കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്ലാവുകൾക്കായി ഒരു ചെറുവനം. ജാക്ക് ഫോറസ്റ്റോറിയം എന്ന പേരിൽ പോലും ആ വ്യത്യസ്തത കാണാം. ചുറ്റിലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ. 6 ഏക്കർ ഭൂമിയെ മനോഹരമാക്കിയാണ് ഇവിടം. വിവിധ ഇനത്തിലുള്ള 600-ലധികം പ്ലാവിൻ തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. കൊല്ലത്തെ പ്രമുഖ അഭിഭാഷകനായ വെളിയം രാജീവിന് 7 കൊല്ലം മുമ്പ് മനസ്സിൽ തോന്നിയ ആശയമാണ് തപോവനം. കുന്നുകളും മലകളും പുഴകളും ഇടിച്ചു നിരത്തി പ്രകൃതിയെ നോവിക്കുന്ന കാലത്താണ് രാജീവിനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ വെൽനെസ്സിനും ഹ്യൂമൻ ഹാപ്പിനെസ്സിനും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒന്നാണ് തപോവൻ ഹാപ്പിനെസ് വാലി. 7 കൊല്ലം മുമ്പ് ഒരു പ്ലാവിൻ്റെ തൈ നട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ ആരംഭിച്ചത്. ഇപ്പോൾ 600 വരിക്കപ്ലാവുകളുടെ ഒരു വനതുല്യമായ ഗഹനത തപോവൻ ഹാപ്പിനെസ് വാലിയിലുണ്ട്. ഇവിടെ അബുണ്ടൻ്റ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് തപോവൻ ഹാപ്പിനെസ് വാലി പ്രാണവായുവിൻ്റെ ഒരു പർദീസയാണ്. പ്രവേശന കവാടം മുതൽ തുടങ്ങുന്നതാണ് തപോവനത്തിൻ്റെ വ്യത്യസ്തത. ബാലിയിലെ ടെമ്പിൾ ഗേറ്റിന് സമാനമായ കവാടത്തിലൂടെയാണ് അകത്ത് പ്രവേശിക്കുന്നത്. ബുദ്ധപ്രതിമയുള്ള മംഗോളിയൻ പഗോഡയും ദേശീയ നിലവാരത്തിലുള്ള നീന്തൽക്കുളവും പാർക്കിംഗ് ഹാളും ഡൈനിങ് ഏരിയയും കഫറ്റേരിയയും കുട്ടികൾക്കുള്ള പാർക്കും വെള്ളച്ചാട്ടവും പൂപ്പാടവും ബയോക്കേവും ശലഭോദ്യാനവും എല്ലാം കാണികളെ വിസ്മയിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പേര് പോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി മാറാൻ ഒരുങ്ങുകയാണ് തപോവൻ ഹാപ്പിനെസ് വാലി എന്ന ജാക്ക് ഫോറസ്റ്റോറിയം. ജനം, കൊല്ലം. സമയം 8:50 ആകുന്നു. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. KSRTC ജീവനക്കാരുടെ ശമ്പളം ഒറ്റത്തവണ നൽകുന്ന കാര്യത്തിൽ വീണ്ടും ആശങ്കയുണ്ടാകുന്നു എന്നുള്ളത്. എത്ര തവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. KSRTCക്കാരുടെ ശമ്പളം പെൻഷൻ വിതരണം സംബന്ധിച്ച് എത്രയോ തവണ ഈ വിഷയത്തിൽ മന്ത്രി ഉറപ്പും വാർത്തകൾ നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സർക്കാർ ധനസഹായവും ബാങ്ക് വായ്പയും വൈകുന്നതാണ് ശമ്പള പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അറിയുന്നത്. എപ്പോഴും ഇങ്ങനൊരു കാരണം എന്തായാലും ഉണ്ടാകുമല്ലോ. ശമ്പളം വൈകുന്നതിൽ ഭരണാനുകൂല തൊഴിലാളി സംഘടനകളടക്കം വലിയ പ്രതിഷേധത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം. രശ്മി കാർത്തിക ചേരുന്നതിൻ്റെ വിവരങ്ങളുമായി. രശ്മി, എല്ലാവരും തൊഴിലാളികളെല്ലാവരും ഭരണാനുകൂല സംഘടന ഉൾപ്പെടെ ഇതിനെതിരെ പ്രതിഷേധത്തിലാണ്. അപ്പോൾ ഇത്തവണയും ഇങ്ങനെ വൈകും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. എന്താണ് ഇപ്പോൾ അവർ പറയുന്ന ന്യായം എന്ന് മാത്രം അറിഞ്ഞാൽ മതി.
വീണ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ KSRTCയുടെ വിഷയം നമ്മൾ ഇന്നോ ഇന്നലെയോ ചർച്ച ചെയ്തു തുടങ്ങിയ കാര്യമല്ല. കാലങ്ങളായി തന്നെ ഈ ശമ്പള പ്രതിസന്ധി KSRTCയിൽ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. അവരുടെ ശമ്പളവും പെൻഷനും നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ നിരന്തരം ഭരണാനുകൂല സംഘടനകളടക്കം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന സാഹചര്യം നമ്മൾ പല തവണ ഈ തുടർച്ചയായി സമരം കാണുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് 2 ഗഡുക്കളായി ശമ്പളം നൽകുവാനുള്ള ഒരു തീരുമാനമെടുത്തത്. അതും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ മന്ത്രി KB ഗണേഷ് കുമാർ ഒറ്റത്തവണയായി ശമ്പളം നൽകും എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ ശമ്പളം ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും പോലെ അത് തന്നെയാണ് ഇപ്പോഴത്തെയും പ്രശ്നം. KSRTC വസ്തുവകൾ ഇത്തരത്തിൽ കേരള ബാങ്കിൽ നൽകി പണമെടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ കൂടി അതിലും ആ ചർച്ചകൾ പുരോഗമിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു തീരുമാനത്തിലേക്കൊന്നും തന്നെ എത്തിയിട്ടില്ല. മാത്രമല്ല ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം അതും ലഭിക്കുന്നില്ല. ആ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങുന്നത് തന്നെയാണ് ഈ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന കാര്യത്തിൽ ഇത്രത്തോളം വൈകാനുള്ള കാരണം. ഈ ഭരണാനുകൂല സംഘടനകളടക്കം നിലവിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ 2 ഗഡുക്കളായി ശമ്പളം നൽകിയ സമയത്ത് തന്നെ സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് അവർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകണം. അതാണ് അവരുടെ ആവശ്യമായി മുന്നോട്ട് വെച്ചിരുന്നത്. അത് ഏതായാലും ഈ കഴിഞ്ഞ മാസം മുതൽ നൽകും എന്നുള്ളൊരു കാര്യം മന്ത്രി KB ഗണേഷ് കുമാർ ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ ശമ്പളം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി KSRTC ജീവനക്കാർ രംഗത്തുണ്ട്. വീണ. ഓക്കെ, ശരി രശ്മി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരു പക്ഷേ ഈ KSRTCയുമായി ബന്ധപ്പെട്ട വിഷയം എത്ര കണ്ട് സംസാരിച്ചാലും ചർച്ച ചെയ്താലും ആശങ്കപ്പെട്ടാലും പ്രതിഷേധങ്ങളുണ്ടായാലും സമരം ചെയ്താലും ഇപ്പോഴും മാറി മാറി വരുന്ന എൻ്റെ തലപ്പത്ത് വരുന്ന ആളുകൾക്ക് പോലും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ ഇങ്ങനെ പെരുവഴിയിലാക്കി എത്ര പെൻഷൻകാരാണ് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് വരെ എത്തിയിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരു കുലുക്കവും ഇല്ലാതെ തന്നെ സർക്കാർ പറഞ്ഞു. പറയുന്ന പോലെ തന്നെ ഈ മന്ത്രിമാരും 2 മന്ത്രിമാരാണ് ആയിട്ടുള്ളത് KSRTCക്ക്. വരുന്നവരൊക്കെ തന്നെ പറയുന്ന കൃത്യമായിട്ട് 1-ാം തീയതി ശമ്പളം കൊടുക്കും അല്ലേ? എല്ലാവരും പറയുന്നതാണ് ഇപ്പൊ ശരിയാക്കി തരാം, ഇത്ര നാൾ ഉണ്ടായിരുന്നത് പോലല്ല, ഇനിയിപ്പോൾ ഞാനിവിടെ പൂങ്കാവനം തീർന്നു. പക്ഷേ KSRTCയെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള ബസ്സുകൾ ഇതിനിടയിൽ രൂപമാറുകയാണ്. പക്ഷെ അപ്പോഴും ഒന്നും രക്ഷപ്പെടാത്ത രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില നയങ്ങൾ നിലപാടുകൾ മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. അത് മാറ്റിയാൽ മാത്രമേ KSRTCയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ഇതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ ബാധ്യതയായി ആനവണ്ടി എന്ന പേരിൽ തന്നെ. പക്ഷെ അതേസമയം ഈ KSRTCയെ സ്നേഹിക്കുന്നവരും KSRTC സ്ഥിരം യാത്രക്കാരായ ഒരുപാട് ആളുകളുണ്ട്. അതിനെ ആശ്രയിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ KSRTCയിലെ ചാർജ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പാവങ്ങൾക്ക് കയറാൻ പറ്റുന്നതാണോ എന്ന് സംശയമുണ്ട്, തമിഴ്നാടുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ജീവനക്കാർക്ക് ശമ്പളം വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ ഭരണാനുകൂല സംഘടനകൾക്ക് പോലും തർക്കമില്ലെന്ന് മാത്രമല്ല അവരും പ്രതിഷേധ വഴിയിലാണ്. ഏതായാലും ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഓണത്തിനും ക്രിസ്മസിനൊന്നും മാത്രം ശമ്പളം കിട്ടിയാൽ പോരല്ലോ, അല്ലാതെ തന്നെ മുടങ്ങാതെ കിട്ടേണ്ടതുണ്ട് ശമ്പളവും പെൻഷനുമല്ല. ഓക്കെ, എന്തായാലും വരും മണിക്കൂറുകളിൽ വളരെ സജീവമാകുന്ന മറ്റൊരു വാർത്താ ദിനം കൂടിയാണ് നമ്മളിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത് പുത്തൻ പുലരിയിലൂടെ. ഒപ്പം നവരാത്രി ആഘോഷങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്കുമൊക്കെ നമ്മൾ വരും. അതിൻ്റെയൊക്കെ സംക്ഷിപ്ത രൂപം എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക്, രാത്രി 7 മണിക്കുള്ള പ്രത്യേക പരിപാടിയിലൂടെ നമുക്ക് കാണുകയും ചെയ്യാം. വാർത്തകളുടെ തുടർന്നുള്ള അപ്ഡേറ്റ്സുകൾക്കായി വീണ്ടും ജനം TVക്കൊപ്പം തുടരുക. പക്ഷേ പുത്തൻ പുലരിയുടെ സമയം അവസാനിക്കുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ടറിലേക്ക് എത്താം.